നമ്മളുടെ ജീവിതത്തിലും നമ്മൾക്ക് ഒരുപാട് സുഖസൗകര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സുഖാവാൻ വേണ്ടി ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കർമ്മങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന സുഖം താൽക്കാലികമാണ് എന്ന് ബോധ്യം വരണം. രാജകീയ സുഖങ്ങൾ, നല്ല വാഹനത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുക, നല്ല വില കൂടിയ കാറ് ഉണ്ടാവുക, നല്ല വലിയ വീട് ഉണ്ടാവുക, സാമാന്യം ശമ്പളമുള്ള ജോലി ഉണ്ടാവുക, ബന്ധുക്കൾ ഉണ്ടാവുക, അധികാരത്തിലിരിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് നമുക്ക് സൗഹൃദം ഉണ്ടാവുക, ഇതൊക്കെ താൽക്കാലികമാണ്. അവരുടെ അധികാരം പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് ഉപയോഗമൊന്നുമില്ല. അധികാരത്തിൽ ഇരിക്കുമ്പോൾ അവരെ കൊണ്ട് ഉപകാരമൊക്കെ ഉണ്ടാവും. അയ്യോ, എനിക്കിപ്പോൾ അധികാരമൊന്നുമില്ല, മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ എന്താ വേണ്ടത് ചെയ്തു തരായിരുന്നു. കാരണം എന്താ, ഈ അധികാരങ്ങളും സമ്പത്തും ഒക്കെ താൽക്കാലികമാണ്. എല്ലാ മാസവും 1-ാം തീയതി 2-ാം തീയതി കയ്യിൽ കിട്ടുന്ന ശമ്പളം എന്നും കയ്യിലുണ്ടാവില്ല. മാസാവസാനം അതെ ഈ മാസം കിട്ടിയ ശമ്പളം അതേപടിയുണ്ട് കേട്ടോ, ഒന്നും ചെലവായിട്ടില്ല. ചെലവാകാണ്ടിരിക്കുവോ? കൊണ്ടുവരുമ്പോ തന്നെ ശമ്പളം പല വഴിക്കായിട്ട് ചെലവാകും. ചില ആൾക്കാരുടെ ശമ്പളം കിട്ടിയെന്ന് ആദ്യമായിട്ട് കൊടുക്കുക. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക വെച്ചാല് ഗണപതിക്ക് ഒക്കെയാണ് ആദ്യമായിട്ട് സമർപ്പിക്കുക അല്ലെ. ചില ആൾക്കാർക്ക് അങ്ങനെയല്ല, അത്ര ശമ്പളം കിട്ടി ആദ്യം മദ്യശാലയിൽ കൊണ്ടു കൊടുക്കണം. ചില വഴിപാട് അവിടെയാണ് അത്ര അവർക്ക്. മദ്യശാലയിൽ കൊണ്ടുപോയിട്ടാണ് അത്ര ആദ്യം കൊടുക്കുക. ശമ്പളം കിട്ടുമ്പോൾ തന്നെ അവിടെ പോയിട്ടേ വരുള്ളൂ, കുപ്പി വാങ്ങിയിട്ടേ വരുള്ളൂ. അത്രേ എന്തിനു വേണ്ടിയിട്ട്? നശിക്കാൻ വേണ്ടിയിട്ട്. ഒരു മാസം പണിയെടുത്തിട്ട് കിട്ടിയ കാശ് എന്തിനു വേണ്ടി ഉപയോഗിക്കണോ? നേരെയാവാനല്ല, നശിക്കാനായിട്ട്. അവനവന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും അച്ഛനും അമ്മയ്ക്കും പൂണ് കഴിക്കാനും അവർക്ക് വസ്ത്രം വാങ്ങാനും അവരുടെ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കേണ്ട കാശ് മദ്യം വാങ്ങിയിട്ട് സ്വയം നശിക്കണോ? എത്ര നീചമായിട്ടുള്ള കർമ്മമാണ് ചെയ്യുന്നത്. കലിയുഗത്തിൽ അതിന്റെ വർധനവ് ഉണ്ടാവും. അത് കാരണം എന്തുണ്ടാവും? നാട് മുഴുവൻ അധപ്പതിക്കും എന്ന് പറയുകയാണ്. മദ്യപാനികളെ കണ്ടാൽ തന്നെ നമുക്ക് സന്തോഷം തോന്നുക. ഒരാൾ മദ്യപിച്ചിട്ട് ആകെ ആടി വരുന്ന കണ്ട നല്ല ഭംഗിയിട്ടോ കാണാൻ ആരെങ്കിലും തോന്നുവോ? കഷ്ടമല്ലേ തോന്നുക. മറ്റുള്ളവർക്ക് കഷ്ടം തോന്നിക്കുന്ന, അവനവന് കഷ്ടമുണ്ടാക്കുന്ന തെറ്റായ മാർഗത്തിലേക്ക് പോവാൻ വളരെ എളുപ്പമുണ്ട്. ഒരു പ്രയാസവുമില്ല തെറ്റായി മാറാൻ. പക്ഷേ നേരെയാവാനാണ് നല്ല പ്രയാസമുള്ളത്. പരീക്ഷത്തിന് ക്ഷണനേരം കൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യം, ഞാൻ വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോ വെള്ളം തന്നില്ല. അദ്ദേഹം ശമീക മഹർഷി ധ്യാനത്തിലായിരുന്നു. ധ്യാനത്തിരിക്കുന്ന ശമീക മഹർഷിയെ കൊണ്ട് അദ്ദേഹത്തെ വെള്ളം ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ധ്യാനത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് അയ്യോ അദ്ദേഹം നാമം ജപിക്കുകയാണ്, ശല്യപ്പെടുത്തരുത് എന്ന് വിചാരിച്ച് തൊഴിൽ നമസ്കരിച്ചു വരികയല്ലേ വേണ്ടത്. അതിന് പകരം ഇദ്ദേഹത്തെ അപമാനിക്കുകയുണ്ടായത് തന്റെ രാജ്യാധികാരം എന്ന് വെച്ചുകൊണ്ട്. ഞാൻ രാജാവാണ്, ഞാൻ പറഞ്ഞതാണ് കേട്ടാൽ മതി എന്നുള്ള ഭാവം, അഹങ്കാരമെന്ന് അദ്ദേഹത്തെ അപമാനിക്കുകയുണ്ടായത്. മൂന്നാലും പറഞ്ഞിട്ടില്ലേ, അതപ്പതിക്കുന്ന കാലം എങ്ങനെയാ? വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്ര പറയുന്നിതു ചിലർ. വന്ദിതന്മാരെ കാണുന്ന സമയത്ത് ജനങ്ങളെ കണ്ട വന്ദിക്കുക വേണ്ടത്, അതിനുപകരം നിന്ദിക്കുക. കാണുക നമ്മുടെ സംസാരം കൊണ്ടത്തെ വിശ്വമീ വണ്ണം നിൽപ്പുവെന്നും ചിലർ. ആ വഴിയില് നടക്കാനുള്ള വഴി വിട്ടിട്ട് കസേര ഇടാവും കേട്ടോ. ആ ഗേറ്റിന് നേരെ കസേര നടക്കാനുള്ള വഴി വേണം. അപ്പൊ അത് വിട്ട് മുന്നോട്ടോ പിന്നിലേക്കോ ഇട്ടോളൂ. സുഖമായിട്ട് നടന്നു പോകാൻ ധാരാളം ഭക്തന്മാര് വരുന്നതാണ്. അപ്പൊ അവർക്ക് നടക്കാനുള്ള വഴി കസേര ഇടുമ്പോൾ ശ്രദ്ധിക്കണം. വന്ദിക്കേണ്ട ആളുകളെ കാണുമ്പോ നമ്മള് വന്ദിക്കണം. ഒരിക്കലും നിന്ദിക്കാൻ ഇടവരരുത്. സൽക്കർമ്മങ്ങൾ നടക്കുമ്പോ അവിടെ ചെന്ന് നമസ്കരിക്കുക. ഇവിടെ പരീക്ഷത്തിന് ഒരു നേരത്തെ അശ്രദ്ധ, ഒരു നേരത്തെ ഒരു അഹങ്കാരം കൊണ്ട് ദോഷം വന്നു. 7 ദിവസം കൊണ്ട് തക്ഷണം കടിച്ച് മരിക്കുമെന്ന് ശാപം കിട്ടി. പക്ഷേ പരീക്ഷത്തിന് ഒരു ഗുണം ഉണ്ടായത് എന്താ അറിയോ? പരീക്ഷത്തിന്റെ അമ്മ പരീക്ഷത്ത് ഗർഭത്തിൽ നിൽക്കുമ്പോ ഭഗവാനെ ആരാധിച്ചിട്ടുണ്ട്. അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് പരീക്ഷത്തിന് ആ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിക്ക് ആപത്ത് സംഭവിക്കുമ്പോ ഉത്തരാദേവി വിളിച്ചത് പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ, ഭഗവാനെയാണ് വിളിച്ചത്. അതുകൊണ്ട് ഗർഭത്തിൽ വെച്ച് ഭഗവാൻ ആ കുട്ടിയെ രക്ഷിച്ചു. ഗർഭത്തിൽ വെച്ച് തന്നെ ആ അമ്മ കുട്ടിക്ക് ഭഗവാനെ കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ഓരോ അമ്മമാർക്കും ഗർഭത്തിൽ വെച്ച് ഭഗവാനെ കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് എങ്ങനെയാ? അമ്പലത്തിലേക്ക് പോയിട്ട് തൊഴുക. ഗർഭിണിയായി കഴിഞ്ഞാൽ നിത്യേന പോയിട്ട് തൊഴുക.
അല്ലെ? സ്ത്രീകൾക്ക് നിത്യേന ഭഗവാനെ തൊഴാനുള്ള ഒരു അവസരമാണ് ഗർഭിണിയായിരിക്കുന്ന കാലം. അല്ലാന്നുണ്ടെങ്കിൽ മാസം അശുദ്ധി വരുമ്പോ ദിവസം പോകാൻ പറ്റില്ല. ഗർഭിണിയായി പിന്നെ കുഴപ്പമില്ലല്ലോ. 7 മാസത്തേക്ക് എന്നും പോയിട്ട് തൊഴാം. ഏതെങ്കിലും ഗർഭിണികളുണ്ടോ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് എന്നും പോയി ഭഗവാനെ തൊഴുന്നത്? ബാക്കി ദിവസമൊക്കെ അമ്പതിക്ക് വരില്ല. ഇനിയിപ്പോ എനിക്ക് ഒരാഴ്ചക്ക് അമ്പതിക്ക് വരാൻ പറ്റില്ല. ആയിക്കോട്ടെ, പിന്നെ ആരും ചോദിക്കില്ല, ഒരാഴ്ചക്ക് വിളിക്കില്ല. ഗർഭിണിയായിരിക്കുമ്പോ അങ്ങനെയാണോ? ഒരു കുഴപ്പമില്ല. എന്നും പോയിട്ട് ഭഗവാനെ തൊഴാം. 7 മാസം തുറയുമ്പോഴേക്കും 210 ദിവസത്തിലധികം സുഖമായിട്ട് പോയി തൊഴാം. ചില മാസം 31 ഉണ്ടെങ്കിൽ അധികം പോയിട്ട് തൊഴാം. എന്നിട്ട് പോയി തൊഴുതിട്ടുണ്ടോ? ഗർഭിണിയാണ്, അനങ്ങാൻ പാടില്ല പറഞ്ഞിട്ടുണ്ടോ ഡോക്ടർ? അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ശ്വാസം പോലും കൂടെ ഉണ്ടോ അനങ്ങാണ്ടിരുന്നോളൂ? ഇവിടെ പഴയ മുത്തശ്ശിമാരെ ആരെങ്കിലും അനങ്ങാണ്ടിരുന്നിട്ടുണ്ടോ? ഈ വയലിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാര് പ്രസവത്തിന്റെ തലേ ദിവസം കൂടി വയലിൽ പണിയെടുക്കാൻ പോയിട്ടുണ്ടാവൂ അല്ലേ? ഇന്നത്തെ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ഉണ്ടല്ലോ. വെറുതെ പോയി ഇരുന്നാലും മതി, കാശ് കിട്ടും. വെറുതെ പോയി ഇരുന്നാൽ മതി. എന്താ അവർ ചോദിക്കണം? അവർക്ക് വയ്യ, അതുകൊണ്ട് വെറുതെ ഒന്ന് മൺവെട്ടിയും കൊണ്ട് കൂടെ പോയിട്ടുണ്ട്, അത് മതി. പോയി ഇരുന്നാൽ മതി. വെറുതെ അരിവാള് കൊണ്ട് 2 പുല്ല് കഴിഞ്ഞാൽ മതി, കാശ് കിട്ടും. ഇന്ന് ഗർഭിണികളാണെങ്കിൽ ആരെങ്കിലും പണിക്ക് പോകുന്നുണ്ടോ? അപ്പൊ കൂടെ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പണി ഒരുക്കി വെച്ചിരിക്കുന്നത്. പണിയെടുക്കാൻ വയ്യാത്തവർക്ക് ഒരു കടയിൽ പോയി നിന്നാൽ വെറുതെ നോക്കി നിൽക്കാൻ പറ്റുമോ? നോക്കി നിന്നാൽ കാശ് കിട്ടുക? മുതലാളിയോട് ചീത്ത പറയും. സർക്കാർ വെച്ച സംവിധാനമാണ്. പണിയെടുക്കാൻ വയ്യാത്തവർക്കും പണിയെടുത്തിട്ട് ചെറിയൊരു കാശെങ്കിലും കിട്ടുക. 1000 രൂപ ഒന്നും കിട്ടില്ല, എന്നാലും എന്തെങ്കിലും ചെറിയൊരു വരുമാനം, സ്വന്തമായിട്ടൊരു വരുമാനം എന്ന് പറഞ്ഞ് കിട്ടും. എന്താ പറഞ്ഞു വന്നത്? ഈശ്വരാരാധനയെ കുറിച്ചാണ്. അനങ്ങാൻ പാടില്ലേ ഗർഭിണിയാകുമ്പോൾ എന്ന് പറഞ്ഞ് ഈശ്വരാരാധന അമ്പലത്തിൽ പോക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അതെ, അനങ്ങാൻ പാടില്ല, അതുകൊണ്ട് വീട്ടിലെ അടുക്കളയിലെ പണി എടുക്കണ്ട. എന്നാ പൂജാമുറിയിൽ ഇരുന്നിട്ട് നാമം ജപിച്ചൂടെ? 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നാമം ജപിച്ചൂടെ? കാരണം അനങ്ങേണ്ട ആവശ്യമില്ല. ഭാഗവതോ നാരായണിയോ ഒക്കെ ആയിട്ടുള്ള പുസ്തകങ്ങൾ എടുത്തിട്ട് വായിച്ചൂടെ? അന്ന് ചെയ്യില്ല, മൊബൈൽ നോക്കിയിരിക്കും. അത് കാരണം കുട്ടി എന്ത് ചെയ്യണോ? കുട്ടി കരഞ്ഞാൽ മൊബൈൽ കണ്ടാൽ മതി, കരച്ചിലെടുത്തിക്കോളും. എന്തേ കാരണം? ഗർഭിണി ഈ കുട്ടി വയറ്റിലിരുന്ന സമയത്ത് ഗർഭിണിക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ആരുമായിട്ടായിരുന്നു? മൊബൈലുമായിട്ടായിരുന്നു. മൊബൈൽ ഗർഭിണി ഏത് പ്രോഗ്രാമാണോ കണ്ടിരുന്നത് അത് കാണിച്ചു കൊടുത്താലേ കുട്ടി കരച്ചിൽ നിർത്തുന്നു. കാരണം ഗർഭത്തിൽ കിടന്ന് കേട്ട ശബ്ദം അതാണ്. ഉത്തരാദേവിയുടെ കുട്ടി ഈ പരീക്ഷത്ത് ഗർഭത്തിൽ വെച്ച് കേട്ടത് പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം തുതഭയം പശ്യേൽ. ഈ പരീക്ഷത്ത് ഗർഭത്തിൽ വെച്ച് കേട്ടത് ഈശ്വരനാണ് രക്ഷയ്ക്ക്. നാന്യം തുതഭയം, ഭഗവാൻ അല്ലാണ്ട് വേറെ ആരും രക്ഷയ്ക്കില്ല എന്ന് കേട്ടിട്ടാണ് ഈ ഉണ്ണി ഗർഭത്തിൽ വളർന്നത്. അതുകൊണ്ട് ഈ ഉണ്ണിക്ക് ഒരാപത്ത് വന്നപ്പോഴും കൃഷ്ണന്റെ കഥകൾ കേൾക്കണമെന്ന തോന്നലുണ്ടായി. ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അത് സാധിച്ചു തരാനുള്ള ഗുരുനാഥൻ നമ്മുടെ മുമ്പിൽ വരും. ആത്മാർത്ഥമാവണം. വെറുതെ കിട്ടിയ കിട്ടി, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാവരുത്. ആത്മാർത്ഥമായിട്ട് എനിക്കത് നേടിയെടുക്കണം എന്ന ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ചാൽ അത് പറഞ്ഞു തരാൻ ആൾ മുമ്പിൽ വരും. നമ്മളൊക്കെ ഭാഗവതം വായിക്കണം, ഭാഗവതം കേൾക്കണം എന്ന് അതിയായിട്ട് കുട്ടിക്കാലം മുതലൊക്കെ മോഹിച്ച് അത് പൂർത്തിയാവുമ്പോഴാണ് ഗുരുനാഥൻ നമ്മുടെ മുമ്പിൽ വരിക. നമുക്ക് ഭാഗവതം പറഞ്ഞു തരാനുള്ള ഗുരുനാഥനെ മുമ്പിൽ കിട്ടും. കുറെ ആൾക്കാരിന്ന് ഭാഗവതം കേൾക്കും എന്ന് വിചാരിച്ച് ആ പറഞ്ഞു തന്നവർ മുഴുവൻ ഗുരുനാഥനാവില്ല. നമ്മൾക്ക് പല ആളുകളിൽ നിന്നും പല കാര്യങ്ങൾ കേൾക്കുമ്പോ അതിൽ ഏതെങ്കിലും ഒരാൾ പറയുന്നത് നമുക്ക് മനസ്സിൽ നല്ലവണ്ണം പതിയും. അപ്പൊ നിശ്ചയിക്കും ഇതാണ് എന്റെ ഗുരുനാഥൻ ഈ വിഷയത്തില്. അങ്ങനെയാണ് ഗുരുനാഥനെ കണ്ടെത്തുക. പല ആളുകളെയും കണ്ട് പരീക്ഷിച്ച് ഗുരുനാഥനെ കണ്ടെത്തുക വേണ്ടത്. നരേന്ദ്രൻ സ്വാമി വിവേകാനന്ദനായ അദ്ദേഹം കുട്ടിക്കാലത്ത് എത്രയെത്ര ആളുകളെ കണ്ടിട്ടാണ് ആ പരമഹംസരെ ഗുരുനാഥനായിട്ട് സ്വീകരിച്ചത്. എത്രയോ ആളുകളെ കണ്ടുപോയി. ദേഹന്റെ ഗുരുനാഥനാവാൻ പറ്റില്ല, എന്റെ ഗുരുനാഥനാവാൻ ദേഹം പോരാ എന്ന് പറഞ്ഞ് ഗുരുനാഥന്മാരെ പരീക്ഷിച്ചിട്ടാണ് പരമഹംസരെ കണ്ടെത്തിയത്. പിന്നെ വേറെ ആളെ ഗുരുവായിട്ട് സ്വീകരിച്ചിട്ടില്ല. അതിനെന്ത് വേണം? ആഗ്രഹം തീവ്രമാവണം. ഏത് കാര്യമാണെങ്കിലും, ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കാനാണെങ്കിലും അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് വേഗം പഠിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ അങ്ങനെ എത്ര പഠിച്ചിട്ടും നമ്മൾ പലതവണ ടെസ്റ്റിന് പോയിട്ടും ലൈസൻസ് കിട്ടിയിട്ടില്ല. എന്തേ? അതിന് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ്. ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിക്കും.
എവിടെയെങ്കിലും നമ്മൾ പരിശ്രമിച്ചിട്ട് വിജയിച്ചില്ല വെച്ചാൽ ഒന്ന് ആഗ്രഹമില്ല മനസ്സിൽ ഉണ്ട്, ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കും, വിജയിക്കും ചെയ്യും. അപ്പൊ നമുക്ക് വിശക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മള് എന്ത് ചെയ്യും? എവിടെയാ ഹോട്ടലുള്ളത് എന്ന് അന്വേഷിച്ച് പോയിട്ട് അവിടെ പോയി ഭക്ഷണം കഴിക്കും, നല്ല വിശപ്പുണ്ടെങ്കിൽ. ഇല്ലെങ്കിലോ സാരല്ലേ, പോയി നോക്കാം, നമുക്ക് എവിടെയെങ്കിലും ആഹാരം കിട്ടും, പതുക്കെ മതി എന്ന് വിചാരിച്ച്. അതിയായ ആവശ്യമാണെങ്കിൽ അത് ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാലാണ് അവിടെ ഹോട്ടലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോയിട്ടാണെങ്കിലും അവിടെ പോയി ഭക്ഷണം കഴിക്കും. എന്താണെങ്കിൽ ആവശ്യമാണെങ്കിൽ, ആവശ്യം, ആഗ്രഹം. ഇവിടെ എന്താണ് ആഗ്രഹം പരീക്ഷത്തിന്? ഭഗവത് കഥകൾ കേൾക്കണം എന്ന ആഗ്രഹം. തന്റെ ജീവിതം തന്റെ മാത്രമല്ല, പരീക്ഷിത് തനിക്ക് വേണ്ടി മാത്രമല്ല ചോദ്യങ്ങൾ ചോദിച്ചത്. മ്രിയമാണസ്യ സർവധ, മരണത്തെ കാത്തിരിക്കുന്ന ഓരോരുത്തരും എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അതിനുത്തരമായിട്ടാണ് ഈശ്വരനെ കുറിച്ച് കേൾക്കണം, ഈശ്വരനെ കുറിച്ച് ചിന്തിക്കണം. അതിന് ഭാഗവതം പറഞ്ഞു തരാം. ഭാഗവതത്തില് ഭഗവാൻ തന്നെ അവതാരം സ്വീകരിച്ച് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൃഷ്ണാവതാരത്തിലെ ഭഗവത്ഗീത ഉപദേശിച്ചിട്ടുണ്ട്. ഇന്ന് കേൾക്കാം രണ്ട് ഉപദേശങ്ങള്. ഒന്ന് കപിലവാസുദേവനായിട്ട് അവതരിച്ചു കൊടുക്കുന്ന കപിലോപദേശം, ഉച്ചയ്ക്ക് ശേഷം പൃഥുവായിട്ട് അവതരിച്ചു കൊടുക്കുന്ന പൃഥുവിന്റെ ഉപദേശം കേൾക്കാം. അതുപോലെ വൈകുന്നേരം ഋഷഭദേവന്റെ ഉപദേശവും ഇന്ന് തന്നെ പറയുന്നുണ്ട്. 3 അവതാരങ്ങളിലാണ്, കപിലാവതാരം, പൃഥുവതാരം, ഋഷഭാവതാരം. 3 അവതാരങ്ങളും ഉപദേശങ്ങൾ കൊടുത്ത അവതാരമാണ്. ഭഗവാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജീവിതം സുഖാക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ വരുന്നതായിട്ടുള്ള സംശയങ്ങള് ഭാഗവതത്തിൽ ഓരോരുത്തരെ കൊണ്ട് ചോദിപ്പിക്കും, അതിന് മറുപടി പറഞ്ഞു കൊടുക്കും. കപിലോപദേശമാണ് ഇന്ന് രാവിലത്തെ നമ്മുടെ ആ പ്രഭാഷണ വിഷയം. ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചു. ബ്രഹ്മാവ് ഭൂമിയില് മനുഷ്യരെ സൃഷ്ടിച്ചു. സ്വയംഭൂ മനു ശതരൂപ ദമ്പതിമാരെ സൃഷ്ടിച്ച് അവരെ ഭൂമിയിൽ താമസിക്കാൻ പറഞ്ഞപ്പോൾ ഭൂമി കാണാൻ വേണ്ടിയായി ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഭഗവാൻ പന്നിയായിട്ട്, വരാഹമൂർത്തിയായിട്ട് അവതരിച്ച് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നു. ഇവിടെ ജീവിതം ആരംഭിച്ചു. സ്വയംഭൂ മനുവും ശതരൂപാദേവിയും ഭാര്യാഭർത്താക്കന്മാരായിട്ട്. അന്ന് മുതലാണത്രേ സ്ത്രീ പുരുഷ ശരീരബന്ധത്തിലൂടെ സന്താനങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. മൈഥുനത്തിലൂടെയുള്ള സന്താന ഉൽപ്പത്തി സ്വയംഭൂ മനു ശതരൂപ ദമ്പതിമാരിലൂടെയാണ് ആരംഭിച്ചത്. അതിനു മുമ്പ് ഉള്ളവരൊക്കെ ബ്രഹ്മാവിന്റെ ശരീരത്തിൽ നിന്നുണ്ടായവരാണ്. അവിടെ ഒരു സ്ത്രീയുടെ സഹായമില്ല. ബ്രഹ്മാവിന്റെ ശരീരത്തിൽ നിന്നാണ്, ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നാണ് സനകാദികൾ ഉണ്ടായത്. സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ 4 പേര് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ്. ബ്രഹ്മാവിന്റെ ആ ക്രോധത്തിൽ നിന്നാണ് രുദ്രൻ ഉണ്ടായത്. അതുപോലെ ബ്രഹ്മാവിന്റെ ഓരോരോ ശരീരാവയവങ്ങളിൽ നിന്നാണ് മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ദക്ഷൻ, ഭൃഗു, വസിഷ്ഠൻ, നാരദൻ തുടങ്ങി 10 പേരുണ്ടായത്. ഓരോരോ അംഗങ്ങളിൽ നിന്നാണ്. ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്നുണ്ടായ ഒരു മകനാണ് കർദമൻ. ഈ കർദമന്റെ കഥയാണ് കപിലാവതാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. കർദമൻ ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്നുണ്ടായ മകനാണെന്ന് പറഞ്ഞല്ലോ. കർദമനോട് ബ്രഹ്മാവ് പറഞ്ഞു, ഉണ്ണി കല്യാണം കഴിച്ച് പ്രജകളെയൊക്കെ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം തപസ് ചെയ്തിട്ട് ഈശ്വരാനുഗ്രഹം നേടി വരട്ടെ എന്ന് പറഞ്ഞു. കർദമൻ തപസ്സിന് പോയി 10,000 കൊല്ലം തപസ് ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, പറഞ്ഞു സന്താനലബ്ധിക്കായിട്ട് വിവാഹം കഴിച്ചോളൂ. അപ്പൊ കർദമൻ പറഞ്ഞു, എനിക്ക് ഭാര്യയെ വേണം, കല്യാണം കഴിച്ച് സന്താനം ഉണ്ടാവാൻ. എങ്ങനെയുള്ള ഭാര്യയെ വേണം? ചില നിബന്ധനകൾ ഒക്കെ നമ്മൾ വെക്കാറുണ്ട്. ഒരു പെണ്ണിനെ വേണം എന്ന് പറയുമ്പോ എന്തൊക്കെ ക്വാളിറ്റി, എന്തൊക്കെ വിദ്യാഭ്യാസ യോഗ്യത, എന്തൊക്കെ സമ്പത്ത്, സൗന്ദര്യം, എന്തൊക്കെയാണ് ഡിമാൻഡുകൾ ചോദിക്കാറുണ്ട്. കർദമൻ ഒരേ ഒരു ഡിമാൻഡേ ചോദിച്ചിട്ടുള്ളൂ എന്നാണ്. എന്താ? തദാഹം പരിവൂഢുകാമ സമാനശീലാം ഗൃഹമേതധേനും. എന്റെ സ്വഭാവത്തിന് യോജിക്കുന്ന ഭാര്യയാവണമെന്ന്. വിവാഹ ജീവിതത്തിൽ യോജിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താ? സ്വഭാവം കൊണ്ട് യോജിക്കുക. ഒരാൾ തെക്കോട്ട് പോവുകയാണോ, ആളെ മറ്റേ വടക്കോട്ട് പോകുന്ന ആളെ വിവാഹം ജീവിക്കാൻ പറ്റുക? ഒരാൾ രാവിലെ എണീച്ച് നാമജപവും പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിതം നയിക്കുന്നയാള്, മറ്റേയാളാണെങ്കിൽ 8 മണിക്ക് എണീക്കുള്ളൂ, ചായ കുടിച്ചതിന് ശേഷം കിടക്കുന്ന എണീക്കുള്ളൂ, വേലക്കാരി ചായയും കൊണ്ടുവരണം എന്നാലേ എണീക്കുള്ളൂ. ഇങ്ങനെയുള്ള ആളായ പറ്റുമോ?
ഒരാളാണെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റ് നാമജപവും കുളി കഴിഞ്ഞാൽ നാമജപം, പൂജ, സഹസ്രനാമജപം ഇതൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. മറ്റേ ആളുകളൊന്നും വിശ്വാസമില്ലാത്ത ആളായി കഴിഞ്ഞാൽ ഇതിനെ സഹായം ചെയ്തു കൊടുക്കാത്ത ആളായാൽ പറ്റുമോ? ഇല്ല. രണ്ടുപേരും ഒരേ സ്വഭാവമുള്ളവരാവണം. കല്യാണം കഴിക്കാൻ പെണ്ണ് കാണാൻ പോണ സമയത്ത് ചോദിക്കുക വേണ്ടത് എങ്ങനെയാ സ്വഭാവം എന്ന് ചോദിക്കുക. എല്ലാവരും പറയും എന്ത്, എന്റെ സ്വഭാവം നല്ലതാണ്. എല്ലാവരുടെയും വിചാരം എന്താ, അവനവന്റെ സ്വഭാവമാണ് നല്ലതെന്ന് എല്ലാവരുടെയും വിചാരം. ബാക്കിയുള്ളവരുടെയോ അയാൾ അത്ര പോരാട്ടം. എല്ലാവരുടെയും വിചാരം, എന്റെ വിചാരവും നിങ്ങളുടെ ഓരോരുത്തരുടെ വിചാരം എന്താ, ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ്, എന്റെ ചിന്തകള് എന്റെ പ്രവൃത്തികള് ഒക്കെ ചിന്തയാണ്. ഈ സപ്താഹത്തിനിടയിൽ കഥ പറയുമ്പോ ഇരുന്ന് വർത്താനം പറയാറുണ്ട് ചില ആൾക്കാര്. അവരുടെ വിചാരം എന്താ, ഞങ്ങൾ ഈ വർത്താനം പറഞ്ഞത് ശരിയാണ്, തെറ്റാണെന്ന് പറഞ്ഞപ്പോ അവർ ചെയ്യൂ. ഒതുക്കി ചോദിച്ചപ്പോ അവര് പറയാ, തിരുമേനി ഞങ്ങള് 10 കൊല്ലങ്ങൾക്ക് ശേഷം കാണുകയാണ്, അപ്പൊ ഞങ്ങൾക്ക് വർത്താനം പറയാണ്ടിരിക്കാൻ പറ്റുമോ എന്ന്. എന്നാ ശരി, അവിടെ അപ്പുറത്ത് റോഡിൽ പോയി വർത്താനം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ അവിടെ കസേരയില്ലല്ലോ എന്ന് മറുപടി ഉണ്ട് അടുത്ത്. അവിടെ കസേരയില്ല, ഇവിടെ കസേരയിരിക്കാം, ഫാൻ ഉണ്ടാവും, സുഖമായിട്ടിരുന്നിട്ട് 5000 പേരോട് ഭാഗവതം പറഞ്ഞോളൂ, ഞങ്ങളിവിടെ ഞങ്ങളുടെ കാര്യം പറഞ്ഞോളാന്ന്. കാരണം അവരെ സംബന്ധിച്ച് അവിടെ നമ്മുടെ ഭാഗവതം ഒന്നും അവർക്ക് വിഷയമല്ല. അവർ 10 കൊല്ലങ്ങൾക്ക് ശേഷം കാണുന്നവരാണ്, അതുകൊണ്ട് അവർക്ക് സംസാരിക്കണം അവരുടെ കാര്യങ്ങള്. അവരുടെ വിചാരം അവരാ ചെയ്യുന്നത് ശരിയാണെന്നാണ്. ചില അമ്പലങ്ങളിലൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ നാമജപത്തിന് മാത്രം ശബ്ദം എന്താ. ഈ പോണ ആൾക്കാർക്ക് അറിയില്ല അമ്പലത്തിൽ എങ്ങനെയാ പോകേണ്ടത് എന്നുള്ളത്. വർത്തമാനം പറയാനുള്ള സ്ഥലമല്ല അമ്പലം, നാമം ജപിക്കാനുള്ള സ്ഥലമാണ് അമ്പലം എന്ന് അറിയില്ല. അറിയാത്തവർ കൊണ്ടാശാ പോരെ. വർത്തമാനം പറയാണെന്നൊക്കെ ഇവിടുന്ന് വർത്തമാനം പറഞ്ഞൂടെ, ബസ് സ്റ്റോപ്പിൽ പോയിരുന്ന വർത്തമാനം പറഞ്ഞൂടെ. എന്നാ ബസ് സ്റ്റോപ്പിൽ പോയിരുന്നിട്ട് നമുക്ക് ചെല്ലുക ഹരേ രാമ എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ പോയി ബസ് കാത്തിരിക്കുമ്പോ ചെല്ലാറുണ്ടോ? അതില്ല. അമ്പലത്തിൽ പോയാൽ പോലും ചെല്ലാറില്ല. അപ്പോ നാമം ജപിക്കാനായിട്ട് കിട്ടുന്ന അവസരം അതിനെ പറഞ്ഞു തരാനായിട്ട് ഗുരുനാഥൻ വേണം. ജീവിത പങ്കാളി, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അതാണല്ലോ ജീവിത പങ്കാളി. സ്വഭാവവുമായിട്ട് യോജിക്കുന്ന ആള് വേണം. അപ്പോ ഒരാള് രാവിലെ താഴെ കിട്ടിയാലേ എണീക്കില്ലെന്നുണ്ടെങ്കിൽ അതുപോലത്തെ പെണ്ണിനെ നോക്കുക. ചായ കിട്ടിയാലേ എണീക്കില്ല, 2 10 മണി വരെ കിടന്നുറങ്ങാം. വേലക്കാരി ചായ കൊണ്ടുവന്ന് വിളിച്ചു കഴിഞ്ഞാൽ എണീക്ക, ചായ കുടിച്ചതിന് ശേഷം വേണമെങ്കിൽ പല്ല് തേക്കാം. അല്ലെ, രണ്ടുപേരും അതുപോലെ കുഴപ്പമില്ല, രണ്ടുപേർക്ക് ഒന്നിച്ചു പോയിട്ട് അത് പതിക്കാൻ പറ്റും. ഒരേപോലെ ആവണമെന്നേ ഉള്ളൂ. വ്യത്യാസമായി കഴിഞ്ഞാൽ അവർക്ക് സമാധാനം കിട്ടില്ല. ഭാര്യയ്ക്ക് രാവിലെ അമ്പലത്തേക്ക് പോകണം എന്ന് പറയുമ്പോ ഇനെന്ത് കൊണ്ടാക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ വല്ല വണ്ടി പിടിച്ച് പോയിക്കോളാം പറഞ്ഞ ഭർത്താവായാൽ പറ്റുമോ? ഒന്നുമില്ലെങ്കിൽ ഞാൻ കൊണ്ടാക്കി തരാമെങ്കിലും പറയുന്ന ഭർത്താവാവണം. ഞാൻ അമ്പലത്തേക്കൊന്നും വരുന്നില്ല, ഞാൻ അമ്പലത്തിൽ ഇവിടെ കാറിൽ കൊണ്ടാക്കാം, തൊഴുതു വന്നോളൂ, തൊഴുതു കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി ഞാൻ വരാം എന്ന് പറയുന്ന ആളെങ്കിലും ആവണം. അല്ലെ, ഒരു പകുതിയെങ്കിലും യോജിക്കണം. പൂർണ്ണമായിട്ട് പറ്റിയില്ലെങ്കിൽ പകുതിയെങ്കിലും ആയാൽ മതി. ഈ പോണ്ടെന്ന് പറയുന്ന ആളാവരുത് നേരിടും. ഇനി ഒന്നുമില്ല, പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറ്റിയെടുക്കാൻ പ്രയാസമൊന്നുമില്ല. സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. കുഞ്ഞിമാഷ് പറയാറുണ്ട്, ശത്രുവിന്റെ ശത്രുവിനെ മിത്രമാക്കും നയമുള്ളവര്. എന്നാൽ ശത്രുവിനെ കൂടി മിത്രമാക്കി മാറ്റും വിനയമുള്ളവര്. നയത്തേക്കാൾ വലുതാണ് വിനയം. എത്ര ദുഷിച്ച സ്വഭാവമുള്ള ആൾക്കാരെയും നേരെയാക്കിയെടുത്ത എത്രയോ സ്ത്രീകളെ കാണാം. പല ഭാര്യമാര് പറയാറുണ്ട്, അദ്ദേഹമൊക്കെ ചെറുപ്പകാലത്തിൽ ഭയങ്കര ദൃഷ്ടിയായിരുന്നു, ഇപ്പൊ അതൊക്കെ മാറിയെടുത്തു, ഞാൻ മാറ്റിയെടുത്തു. ആയിക്കോട്ടെ, മാറ്റിയെടുക്കണം. ജീവിത പങ്കാളിയിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ, അവനവന് ഇഷ്ടമില്ലാത്തതോ മറ്റുള്ളവർക്ക് ദോഷമാകുന്നതോ ആയ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കണം. സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ഒരു പൂച്ചയായാലും ഒരു നായയായാലും വേണമെങ്കിൽ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. എന്നാൽ മനുഷ്യനെ മാറ്റിയെടുക്കാൻ പറ്റും. എത്രയ്ക്ക് ബുദ്ധി വിവരമൊക്കെ ഉള്ള മനുഷ്യനെ മാറ്റിയെടുക്കാൻ പ്രയാസമൊന്നുമില്ല. മാറ്റിയെടുക്കണം. ഇവിടെ ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നമ്മുടെ സ്വഭാവത്തിന് യോജിച്ച ആളാവും. ഭഗവാനോട് പ്രാർത്ഥിച്ചു, സമാനശീലാം ഗൃഹമേധദീനം, എന്റെ സ്വഭാവത്തിന് യോജിച്ച ഒരു ഭാര്യയെ തരണേന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, മറ്റന്നാൾ ഇവിടെ വരും എന്ന് പറഞ്ഞു. മറ്റന്നാള് ഇവിടെ വരും യോജിച്ച ഒരു ഭാര്യ. സ്വയംഭൂ മനു തന്റെ 2ാമത്തെ മകളായ ദേവഹൂതിയെ കൊണ്ടാണ് ചെന്നത് ഇദ്ദേഹത്തിന്റെ ആശ്രമത്തില്. കർദമനെ ചെന്ന് കണ്ട് കർദമൻ ആശ്രമോചിതമായ രീതിയിൽ സ്വീകരിച്ചിട്ട് പറഞ്ഞു, അങ്ങ് രാജാവാണ്, അതുകൊണ്ട് അങ്ങേക്ക് എവിടെ വേണമെങ്കിൽ സഞ്ചരിക്കാം. എന്തിന് എന്റെ ആശ്രമത്തിൽ വന്നു?
ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ മകള് ഇവള് പ്രിയവ്രതന്റെയും ഉദാനപാദന്റെയും സഹോദരി ദേവഹൂതിയാണ്. ഇവള് നാരദ മഹർഷിയിൽ നിന്നും അങ്ങയെക്കുറിച്ച് കേട്ട് 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 അങ്ങയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങേക്ക് ഇവളെ ദാനമായിട്ട് തരാൻ വന്നതാണ് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, സ്വീകരിക്കാം എന്ന് പറഞ്ഞു. നല്ല സൗന്ദര്യമായിരുന്നു അത്ര ദേവഹൂതിക്ക്. ദേവഹൂതിയുടെ നിഴലിന്റെ സൗന്ദര്യം കണ്ടിട്ട് ഗന്ധർവന്മാര് ബോധം കെട്ട് വീഴുന്നുണ്ട് അത്ര. ഗന്ധർവന്മാരെന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിന്റെ ദേവന്മാരാണ്. അവരെ പോലെ സൗന്ദര്യം ആർക്കും ഉണ്ടാവില്ല. അപ്പൊ സുന്ദരന്മാരായിട്ടുള്ള ഗന്ധർവന്മാര് ബോധം കെട്ട് വീണു. ദേവഹൂതിയെ കണ്ടിട്ടല്ല കേട്ടോ, അപ്പൊ നേരിട്ട് കണ്ടിട്ട് സൗന്ദര്യം കണ്ട് ബോധം കെട്ട് വീഴുക പറഞ്ഞാൽ സാരല്യായിരിക്കാം. ഇത് ദേവഹൂതിയുടെ നിഴല് കണ്ടിട്ട്. ഈ നിഴല് ആരുടെ ആയാലും കറുത്തിട്ടല്ലേ കാണുള്ളൂ. നല്ല വെളുത്ത ആളുടെ ആയാലും നല്ല കറുത്ത ആളായാലും നിഴല് കറുത്തിട്ടാ കാണുക. ഈ നിഴലിന്റെ സൗന്ദര്യം കണ്ട് ബോധം കെട്ട് വീണു. അത്ര സൗന്ദര്യമാണ് ദേവഹൂതിക്ക്. അങ്ങനെ ഒരു സുന്ദരിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചാൽ ആരാ വേണ്ടെന്ന് പറയുക. പക്ഷേ ഞാൻ കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തപസ്സിന് പോവും, അതിന് അങ്ങയുടെ മകൾക്ക് സമ്മതമാണോ ചോദിച്ചപ്പോ സമ്മതം അറിയിച്ചു, വിവാഹം കഴിച്ചു. 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഒരേ കല്യാണത്തില്. വരൻ ആയിരിക്കുന്ന കർദമനും വധുവായ ദേവഹൂതിയും ആ ദേവഹൂതിയുടെ അച്ഛൻ സ്വയംഭൂമനും അമ്മ ശതരൂപാദേവി 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. വരന്റെ അച്ഛൻ ബ്രഹ്മാവ് പോലൂടെ ഉണ്ടായിരുന്നില്ല. ആദ്യോ വൈവാഹികോ വിധി. ആ വിവാഹം കഴിഞ്ഞു. മനു ദേവഹൂതിയെ ദാനം ചെയ്ത് തിരിച്ചുപോയി. ആശ്രമത്തിൽ സുഖമായിട്ട് കഴിയുകയാണ് അത്രേ. കൊട്ടാരത്തിൽ ജീവിച്ച ദേവഹൂതിക്ക് ആശ്രമത്തിലെ ജീവിതം ഒരിക്കലും ബുദ്ധിമുട്ടായിരുന്നില്ല എന്നാണ്. വിവാഹ ജീവിതത്തിന്റെ ആ മറ്റൊരു ഭാവം പറയണം. ഒരേ സ്വഭാവം ഉള്ളവര് എന്ന് പറഞ്ഞില്ലേ, ഇവിടെ വിവാഹ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യവും കാണാം. അപ്പോൾ സ്വന്തം വീട്ടിൽ ഉണ്ടാവുന്ന സൗകര്യങ്ങളൊന്നും കല്യാണം കഴിച്ചു വരുന്ന ഭർത്താവിന്റെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ സൗകര്യങ്ങൾ കൂടിയെന്നും വരാം. അവിടെയുള്ള സൗകര്യത്തിന് അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവണം എന്ന് പറയുക. അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് തന്നെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുക, അല്ലെ? ഇന്നങ്ങനെ കൊണ്ടുപോകാറില്ല അത്ര സ്ത്രീകളെ. ഇനി തുടങ്ങണം എന്നാ എന്റെ അഭിപ്രായം. കല്യാണം കഴിക്കണ ഈ വരൻ വധുവിന്റെ വീട്ടിലേക്ക് പോകണില്ലേ, അതുപോലെ ഒരു ദിവസം വധു വരന്റെ വീട്ടിലേക്ക് വരണം. എനിക്ക് വീടൊക്കെ ഒന്ന് ഇഷ്ടപ്പെടണം. കാരണം വരൻ ഇപ്പൊ വധുവിന്റെ വീട് കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം കൊല്ലത്തിലെ ഓണത്തിനോ വിഷുവിനോ വാങ്ങാൻ പോയിട്ട് 2 ദിവസം നിന്ന് പോന്നാലേ ഉള്ളൂ. പക്ഷെ എന്നും താമസിക്കേണ്ട വധു വരന്റെ വീട് വന്ന് കണ്ട് ശരിക്കും കാണണം. എവിടെ ബെഡ്റൂം എന്നതാണ് അല്ലെ. ഈ സൗകര്യം പോരാട്ടോ, എനിക്ക് വേറെ പെണ്ണിനെ നിർത്തോളൂ. ഇനി അല്ലെങ്കിൽ ഈ സൗകര്യങ്ങൾ ചില ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മതി. കാരണം അവിടെ അടുക്കളയിൽ പണിയെടുക്കേണ്ടത് പിന്നെ ആരാ? ഈ വരുന്ന വധുവാണ്. ആ വീട് ഓരോ കാര്യങ്ങളും അവിടെ ചെയ്യേണ്ടത് ആ വധുവാണ്. ഇന്നിപ്പോ കുറേശ്ശെ വീഡിയോ കോളിലൂടെ അവരെ കാണിച്ചു കൊടുക്കാറുണ്ട് അത്രേ. അതുപോരാ, നേരിട്ട് പോയിട്ട് കണ്ടോട്ടെ, എന്താ കുഴപ്പം? നേരത്തെ വന്ന് കണ്ട പോലെ കുഴപ്പമുണ്ടോ? ഇനിയുള്ള പെൺകുട്ടികളുണ്ടെങ്കിലും പറയൂ, കല്യാണം കഴിച്ചു പോണ വീടൊന്ന് പോയി കണ്ട്. എന്നാൽ ഈ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ശേഷം അമ്മയെ വിളിച്ചിട്ട് അമ്മ എവിടെ സൗകര്യങ്ങളൊന്നുമില്ല എന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യം ഒന്ന് സൗകര്യം കേട്ടോ, വേണ്ടാച്ചാ പോരെ. അങ്ങനെ എന്താ സംഭവിച്ചെന്താ കുഴപ്പം? പോയ പോലെ കുഴപ്പമുണ്ടോ? എന്താ ആചാരം? ആരെഴുതി വെച്ചു? ഒരാചാരവും ഇല്ല. പോയി കണ്ടു വിചാരിച്ച. കാരണം പ്രാക്ടിക്കലായിട്ട് ആലോചിച്ച് നോക്കൂ. ആ വീട്ടിൽ ജീവിക്കേണ്ട പെൺകുട്ടിക്ക് ആ വീട് കാണാൻ അവസരം കൊടുക്കണില്ല. അതിലും വലിയ ക്രൂരത വേറെ ഉണ്ടോ? നിനക്ക് കിട്ടിയില്ല, ഇല്ല മക്കൾക്കെങ്കിലും കൊടുക്കൂ. അവർ പോയി കണ്ട പേരിൽ കല്യാണം മുടങ്ങുകയാണെങ്കിൽ ആയിക്കോട്ടെ, വേറെ കല്യാണം കിട്ടും. പോയി കാണുക തന്നെ വേണമെന്നാണ്. കാരണം അവരുടെ അച്ഛനോ അമ്മയോ അമ്മായിയോ പോയി കണ്ടോണ്ട് കാര്യമുണ്ടോ? അവരാരെങ്കിലും അവിടെ താമസിക്കാൻ പോകുന്നുണ്ടോ? മാറ്റണം. എന്തൊക്കെ ആചാരങ്ങൾ നമ്മൾ മാറ്റി. നിശ്ചയത്തിന് പെണ്ണ് ചെക്കൻ വിടുന്ന നിശ്ചയം ഉണ്ടായിരുന്നു. എല്ലാ പണ്ട് കാലത്ത് കല്യാണത്തിന് മുമ്പ് പെണ്ണും ചെക്കനും കൂടി ടൂർ പോണ സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ തുടങ്ങിയില്ലേ? അതൊക്കെ മാറ്റാൻ, അതൊക്കെ വേണ്ടാത്ത കാര്യമാണ്. ടൂർ പോകേണ്ട കല്യാണം കഴിഞ്ഞിട്ട് പോയാലും മതി. ഈ വീട് വന്ന് കാണാനുള്ള ആവശ്യമുള്ളതല്ലേ, അത്യാവശ്യമുള്ളതാണ് അല്ലേ? പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് അങ്ങനെ ഒരു അവസരം ആചാര്യം പറഞ്ഞിരുന്നു വെച്ച് ഒന്ന് നോക്കായിരുന്നു എന്നല്ലേ. വരനെ പോലും കാണുന്നത് അന്നാവും പണ്ടത്തെ കാലത്ത് അല്ലെ. മാറ്റം വരുത്തേണ്ടത് മാറി തന്നെ വേണം. കാരണം ദോഷമുള്ളതാവരുത് എന്നേ ഉള്ളൂ അല്ലെ. മറ്റൊരാൾക്ക് അപകടം ഉണ്ടാവുന്ന മാറ്റങ്ങളാവരുത്. ഇതിപ്പോ പെണ്ണ് വന്ന് വീട് കണ്ടു വിചാരിച്ചിട്ട് യാതൊരു അപകടവും വരാൻ പോകുന്നില്ല. ഇന്ന് നടക്കുന്നുണ്ട്.
ഇന്ന് ധാരാളം വേറെ വീട്ടിലേക്ക് പെൺകുട്ടികൾ പോകുന്നുണ്ട്. ഇടയ്ക്ക് ഐസ്ക്രീം മേടിക്കാനും ജ്യൂസ് കുടിക്കാനും എന്നൊക്കെ പറഞ്ഞ് പലതിലും വിളിച്ചു പോകുന്നത് നിശ്ചയം കഴിഞ്ഞാൽ നിശ്ചയത്തിന് മുമ്പും ഒരുമിച്ച് താമസിക്കുക വരെ ഉണ്ടെന്നാ അല്ലെ. അത്ര അപകടമൊന്നുമില്ലല്ലോ. വീട് ഒന്ന് കണ്ടുപോയി ഒരിച്ചാല് ഒരിച്ച് താമസിക്കേണ്ട ആചാരത്തിന് കുഴപ്പമൊന്നുമില്ല. വീട് ഒന്ന് കാണാൻ പാടില്ല. ചോദിക്കണം. അത് പെൺകുട്ടികളാണോ ചോദിക്കേണ്ടത്? ഞങ്ങൾക്ക് താമസിക്കാനുള്ള വീട് പോയിട്ട് കാണുക തന്നെ വേണം. അതിന് തയ്യാറാവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിന് ഒരു തടസ്സവും ഇല്ല. ഒന്നുണ്ടായാൽ മതി എന്ന് പറയുക. എന്താ? ഈശ്വരാരാധന ചെറുപ്പത്തില് ചെയ്തു വന്ന ഒരാൾക്ക് ഈ കയറി ചെല്ലുന്ന സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവിടെയുള്ള സാഹചര്യവുമായിട്ട് യോജിക്കാൻ സാധിക്കും അവർക്ക്. കാരണം ഈശ്വരാരാധന മനസ്സെ പാകപ്പെടുത്തുന്നതാണ്. എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറാൻ പഠിപ്പിക്കുന്നതാണ് ഈശ്വര ആരാധന. കൊട്ടാരത്തിൽ ജീവിച്ച ദേവഹൂതിക്ക് ആശ്രമത്തിലെ ജീവിതം ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നമുക്ക് എത്ര വ്യത്യാസമുണ്ട് കൊട്ടാരത്തിലും ആശ്രമത്തിലുള്ള ജീവിതം. ഇവിടെ ആജ്ഞാപിച്ചാൽ സാധനം കൊണ്ടുവരാൻ ആരുമില്ല. വെള്ളം വേണമെങ്കിൽ പോയിട്ട് കട്ടാറിൽ പോയിട്ട് പുഴയിൽ പോയിട്ട് വെള്ളം എടുത്ത് കൊണ്ടുവരണം. കൊട്ടാരത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ? രാജകുമാരിക്ക് ഒരു വെള്ളം വേണമെന്ന് പറഞ്ഞാൽ കൊണ്ടുതരാനായിട്ട് പരിചാരികമാരെ അനവധി ഉണ്ടാവും. പക്ഷെ ഈ ജീവിത മാറ്റം, വിവാഹശേഷം ഉണ്ടാവുന്ന ജീവിത മാറ്റം ഈശ്വരാരാധന ചെയ്തവരാവുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. കൈലാസപർവ്വതത്തിൽ പാർവതി ദേവി പരമേശ്വരനോടുകൂടി എങ്ങനെയാണോ മാതൃകാ കുടുംബമായിട്ട് ജീവിക്കുന്നത് അതുപോലെ ഇവർ ജീവിച്ചു എന്നാണ്. പ്രിയായ തന്റെ പ്രിയയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കാൻ കർദമൻ തയ്യാറായി. ഭാര്യയ്ക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ ഭർത്താവ് തയ്യാറാവണം. അതുപോലെ ഭർത്താവിന് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ ഭാര്യ തയ്യാറാവണം. അവിടെയാണ് കുടുംബജീവിതത്തിന്റെ ധന്യത. അവര് പിതൃഭ്യാം വർഷത്തെ സാധി പതിമിംഗിതഭൂവിത നിത്യം പരിചരൽ പ്രീത്യ ഭവാനീവ ഭവം പ്രഭും. പാർവതി പരമേശ്വരന്മാരെ പോലെ സുഖമായിട്ട് കഴിഞ്ഞു എന്നാണ് അവർ പറയണത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോ കർദമൻ ചോദിച്ചു, ദേവഹൂതി നിനക്ക് എന്തെങ്കിലും മോഹങ്ങൾ ഉണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞു. എനിക്ക് സന്താനഭാഗ്യം ഉണ്ടാവണം എന്നൊരു മോഹം ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കൊരു യാത്ര കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞ് തന്റെ പ്രിയതമയ്ക്ക് വേണ്ടിയിട്ട് ഒരു വിമാനത്തെ നിർമ്മിച്ചു കർദമൻ. വിമാനം കാമകം ഷത്തർഹേവാവിരജീകരു. ആ ഒരു വിമാനം തന്നെ നിർമ്മിച്ച് ആ വിമാനത്തിൽ കയറിയിട്ട് അവര് 100 വർഷത്തോളം ദാമ്പത്യ മധുവിധ യാത്രയുണ്ടായി എന്ന് പറയും. എന്ന് തുടങ്ങിയതൊന്നുമല്ല ഈ ഹണിമൂൺ യാത്ര. കർദമനും ദേവഹൂതിയും എവിടേക്കാ ഹണിമൂണിന് പോയത്? ദേവോദ്യാനങ്ങളിലൊക്കെയാണ് അത്രേ. വൈശ്രംഭകെ സുരസനെ നന്ദനെ പുഷ്പോദ്രകെ. വൈശ്രംഭകം സുരസൻ തുടങ്ങിയ ദേവലോകത്തെ ഉദ്യാനങ്ങളിലാണ് വിമാനത്തിൽ യാത്ര ചെയ്തത്. ബഹിരാകാശത്തുകൂടെ പല പല ലോകങ്ങളിൽ യാത്ര ചെയ്യുമ്പോ പ്രേക്ഷയിത്വ ഭൂഗോളം ഭൂമിയെ കാണിച്ചു കൊടുത്തു ദേവഹൂതിക്ക്. ഇതാ കണ്ടില്ലേ, ഭൂമിയാണ് ആ കാണുന്നത് എന്ന് പറഞ്ഞു. ആ ഭൂമിയെ കാണിച്ചു കൊടുത്തു. ഗോളാകൃതി ഭൂഗോളം, ഭൂമി ഗോളാകൃതിയാണ് എന്ന് കാണിച്ചു തന്നത് ഭാഗവതത്തിലാണ്. എന്റെ സ്പെയിനുകാരനായ മകലനൊന്നുമല്ല ഭൂമി ഉരുണ്ടതാ കണ്ടെത്തിയത്. അവർക്ക് അന്നേ വിവരണ്ടായിട്ടുള്ളൂ. സ്പെയിനുകാർക്ക്. ഭാരതീയര് ആ ഭൂമിയുടെ ഗോളാകൃതിയും ഭൂമിയുടെ വലിപ്പവും എല്ലാം നേരത്തെ കണ്ടെത്തിയവരാണ്. ഗോളാകൃതിയായ ഭൂമിയെ ചെറിയൊരു പന്ത് പോലെ കണ്ടപ്പോ നമ്മൾ ഇത്രയും ദൂരെ വന്നൂലേ, നമുക്ക് ഭൂമിയിലേക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് ഭൂമിയിൽ തിരിച്ചു വരുന്നതും ഈ 100 കൊല്ലത്തെ ദാമ്പത്യ യാത്ര കൊണ്ട് അവർക്ക് 9 പെൺകുട്ടികളുണ്ടായി എന്ന് പറഞ്ഞു. കുട്ടികളുണ്ടായി. ഞാൻ തപസ്സിന് പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ ദേവഹൂതി പറഞ്ഞു, ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കണ്ടേ? മാത്രമല്ല പെൺകുട്ടികൾ ഭർത്താവിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ആരാ ഉള്ളത്? എനിക്കൊരു ആൺകുട്ടിയെ തന്നിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. കുറച്ചു കാലം കൂടി അവര് ഈശ്വരാരാധന ചെയ്തു. നല്ലൊരു മുഹൂർത്തം നോക്കി ദേവഹൂതി ഗർഭം ധരിച്ചു എന്ന് പറയുക. ഗർഭം ധരിക്കാൻ മുഹൂർത്തമുണ്ട്. ശരീരസുഖത്തിന് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ഗർഭിണിയായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ നേരെയാവില്ല. ഗർഭം ധരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി കുട്ടികൾ ഉണ്ടാവുകയല്ല ചെയ്യണത്, കുട്ടികളെ ഉണ്ടാക്കുകയാണ് ചെയ്യണത്. ആ തമിഴ്നാട്ടിലൊക്കെ വിവാഹം കഴിഞ്ഞാൽ അന്ന് തന്നെ അവരുടെ ജീവിതം തുടങ്ങുമൊന്നുമില്ല. അവിടെ ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞിട്ട് ഒരു മുഹൂർത്തമൊക്കെ ഉണ്ട്. ജ്യോത്സ്യന്മാരോ കണ്ടിട്ടാണ് മുഹൂർത്തം. ആരെങ്കിലും ഉണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് അതെ ഞങ്ങള് കുടുംബജീവിതത്തിലേക്ക് കടക്കുകയാണ്, സന്താന ഭാഗ്യത്തിന് ഒരു മുഹൂർത്തം പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ ആരും ജ്യോത്സ്യന്മാരെടുത്ത് വരുന്നില്ല. ഈശ്വര ആരാധന കൊണ്ട് നല്ലൊരു മുഹൂർത്തത്തിൽ വേണം ആ ശരീരബന്ധം സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആ ദേവഹൂതി ഗർഭം ധരിച്ചു. 10 മാസം കഴിഞ്ഞു. മിടുക്കനായിട്ടുള്ള ഒരു ഉണ്ണിയാണ് ഉണ്ടായത്. കപിലൻ എന്ന് പേരിട്ടു.
ഭഗവാന്റെ അവതാരമാവുക കാരണം കപില വാസുദേവൻ എന്നറിയപ്പെട്ടു. ആ ഉണ്ണിക്ക് 5 വയസ്സാവുന്നത് വരെ കർദമൻ അവിടെ തന്നെ നിന്നു. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ ആൺകുട്ടി ഉണ്ടായ തപസ്സിന് പോവായിരുന്നു. പക്ഷേ ഏതൊരു കുട്ടിക്കും 5 വയസ്സ് വരെ അച്ഛന്റെയും അമ്മയുടെയും ലാളന, അച്ഛന്റെയും അമ്മയുടെയും സാമീപ്യം ഉണ്ടാവണം. അച്ഛന്റെയും അമ്മയുടെയും, ഒരാളുടെ മാത്രം പോരാ, 2 പേരും കുട്ടിയുടെ ഒപ്പം തന്നെ ഉണ്ടാവണം. രാവിലെ ജോലിക്ക് പോവുകയാണെങ്കിൽ വൈകുന്നേരം അച്ഛൻ തിരിച്ചു വരുന്നത് ആ കുട്ടി കാണാൻ പറ്റണം. വീഡിയോ കോളിൽ കണ്ടാലൊന്നും പോരാ. വീഡിയോ കോളിൽ കണ്ടാൽ അടുത്ത് നിൽക്കുന്ന ആ ഒരു ഫീലിംഗ് കിട്ടുമോ? അച്ഛന്റെ ആ മാറിൽ വേണം കുട്ടികളെ കിടന്നുറങ്ങാനായിട്ട്. അമ്മയുടെ മാറിൽ നിന്നും ആ സ്തന്യം അമിഞ്ഞപ്പാല് കുടിച്ചിട്ട് അച്ഛന്റെ നെഞ്ചത്ത് വേണം കിടന്നുറങ്ങാൻ കുട്ടികള്. അതിന് അച്ഛന്റെയും അമ്മയുടെയും സാമീപ്യം വേണം. കുറച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ പുറത്ത് കയറി കളിക്കണം. ഏതാണ് നടക്കാറൊക്കെ ആയി കഴിഞ്ഞാൽ കുട്ടികള് അച്ഛന്റെ പുറത്ത് കയറിയിട്ട് നടക്കണം. അച്ഛൻ മുട്ടുകുത്തി നടക്കുമ്പോ അച്ഛന്റെ പുറത്ത് ആനപ്പുറത്ത് കയറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ കണ്ണനു കയറി കളിക്കാൻ ആനയായതു നന്ദന്റെ ഭാഗ്യം. ഉണ്ണിക്കണ്ണൻ പോലും നന്ദഗോപരെ മുട്ടുകുത്തി നിർത്തിയിട്ട് നന്ദഗോപരുടെ പുറത്ത് കയറി ഞാൻ ആനപ്പുറത്ത് കളിക്കുകയാണ് എന്ന് കൊണ്ട് കളിച്ചിട്ടുണ്ട്. ഓരോ കുട്ടിക്കും ചില ആൾക്കാര് അച്ഛനെ അങ്ങനെ ഗൗരവത്തോടു കൂടി ഇങ്ങനെ കാണുകയുണ്ടാവുള്ളൂ. അച്ഛനെ കൂടെ കളിക്കാനൊന്നും അവസരം ഉണ്ടാവില്ല. അങ്ങനെ ആവരുത്. കുട്ടികളുടെ കൂട്ടുകാരനായിട്ട് മാറണം അച്ഛനും അമ്മയും ഒക്കെ. കുട്ടികള് അവരുടെ മനസ്സിലുള്ളത് മുഴുവൻ അച്ഛനോടും അമ്മയോടും പറയുന്ന ആൾക്കാരാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഭാഗവതം പറഞ്ഞു വെച്ചിട്ടുള്ളതിന്റെ വിപരീതം നടക്കുന്നത് ഇന്ന് കാണാം. ഇപ്പൊ ഇന്നലെ ഒരു വീഡിയോയിൽ കണ്ടു, ഒരു പെൺകുട്ടി മയക്കുമരുന്നിന്റെ ഗ്രൂപ്പിൽ പെട്ടിട്ട് ആ പെൺകുട്ടിയുമായിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂ, ആ പെൺകുട്ടിയുടെ മുഖമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എങ്ങനെ ഇതിന്റെ ഗ്രൂപ്പിൽ പെട്ടത് ചോദിച്ചു. എന്റെ കൂട്ടുകാരി ആരോ ഈ ഗ്രൂപ്പിൽ പെട്ടു. ഒരാൾ പെട്ടു കഴിഞ്ഞാൽ അവരെ കൊണ്ട് മറ്റ് ആളുകളെ മുഴുവൻ അതിലേക്ക് വരുത്തുക ചെയ്യുന്നത്. എന്നിട്ട് അവര് ഓരോ ദിക്കിലും അവര് പഠിക്കാൻ പോകുമ്പോ ഒരു ദിക്കുന്ന മയക്കുമരുന്ന് വാങ്ങും. എന്നിട്ട് വേറൊരു ദിക്കിൽ കൊണ്ടുപോയിട്ട് വേറൊരാൾക്ക് കൊടുക്കും. കാരണം ഈ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകളൊക്കെ അവരുടെ ബാഗൊന്നും പോലീസുകാർ ചെക്ക് ചെയ്യില്ലല്ലോ. 7ാം ക്ലാസ്സിൽ വരെ പഠിക്കുന്ന കുട്ടികളുടെ ബാഗിൽ നിന്നാണ് പല പല മയക്കുമരുന്ന് കാര്യങ്ങൾ കിട്ടുന്നത്. ഇതെന്തേ കാരണം? കുട്ടികള് വീട്ടിൽ നിന്ന് പോയി തിരിച്ചു വരുന്നത് വരെയുള്ള കാര്യങ്ങൾ അച്ഛനോടോ അമ്മയോടോ സംസാരിക്കുന്നില്ല. കുട്ടികളുടെ കുഴപ്പമല്ല, അച്ഛന്റെ അമ്മയുടെയും കുഴപ്പമാണ്. ഈ അച്ഛനും അമ്മയും കുട്ടികളോട് ഇന്ന് എന്തൊക്കെയുണ്ടായത്, സ്കൂളിൽ പോയിട്ട് 1ാം പീരീഡിൽ എന്തേ പഠിപ്പിച്ചത്, പോണ വഴിക്ക് ആരെങ്കിലും കണ്ടു, എന്തൊക്കെ വർത്തമാനം പറഞ്ഞു എന്ന് ആദ്യമേ ചോദിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് കുട്ടി പറയുന്നത് ഇന്ന് ഒരു ഏട്ടൻ വന്നിട്ട് ഒരു പൊതി തന്നു, അത് അപ്പുറത്ത് ഒരാൾ വന്ന് ചോദിച്ചാൽ കൊടുക്കണം എന്ന് പറഞ്ഞു എന്ന് പറയും. എന്നും സംസാരിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്താണെന്നുള്ളത്. കുട്ടികളെ തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നത് തടയാൻ സാധിക്കും. നമ്മുടെ കുട്ടികള് ആ ചീത്ത വഴിയിലേക്ക് പോകാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? കുട്ടികളെ സ്നേഹിക്കണു എന്ന് പറഞ്ഞ് ഗൗരവത്തോടു കൂടി അവർക്ക് വസ്ത്രം വാങ്ങി കൊടുത്തുകൊണ്ട് കാര്യമില്ല. അവർക്ക് കളിക്കാൻ കളിപ്പാട്ടങ്ങളോ മൊബൈലോ പുസ്തകങ്ങളോ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ വാങ്ങി കൊടുത്തുകൊണ്ട് കാര്യമൊന്നുമില്ല. കുട്ടികൾക്ക് സ്നേഹം കൊടുക്കണം. സ്നേഹം ഉള്ളിലുണ്ടാവേണ്ട കാര്യമില്ല. സ്നേഹം എന്ന് പറഞ്ഞാല് കൊണ്ടു നടക്കാനുള്ളതോ മരിക്കുമ്പോൾ കൊണ്ടുപോകാനുള്ളതോ അല്ല, പ്രകടിപ്പിക്കാനുള്ളതാണ്. അതെങ്ങനെയാ പ്രകടിപ്പിക്കുക? സംസാരത്തിലൂടെ പ്രകടിപ്പിക്കാം, അടുത്ത് പോയി ഇരുന്ന് പ്രകടിപ്പിക്കാം. ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് പ്രകടിപ്പിക്കാം. അച്ഛന്റെ മടിയിൽ കയറിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ അവകാശമാണ്. അത് പല കുട്ടികൾക്കും കിട്ടുന്നില്ല, അച്ഛന്റെ സ്നേഹം കിട്ടുന്നില്ല. കാരണം അച്ഛൻ ഒരു ഗൗരവക്കാരനായിട്ട് രാവിലെ ജോലിക്ക് പോയി രാത്രി തിരിച്ചു വരും. ഇങ്ങനെ പോരാ. ഇനി അങ്ങനെ ജോലി ഉണ്ടെങ്കിൽ ഒഴിവ് ദിവസമെങ്കിലും കുട്ടികൾ മറ്റേ ശനിയാഴ്ചയാണ് ഞായറാഴ്ചയാണ് ഒന്ന് അച്ഛന്റെ കൂടെ ആണ് ഒരുമിച്ച് ഊണ് കഴിക്കണത്, കുറച്ചു നേരം കളിക്കണത്. അച്ഛന്റെ കൂടെ ഒന്ന് അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് വരിക, അല്ലെങ്കിൽ ഞായറാഴ്ചയാണെന്ന് ഒന്ന് പാർക്കിലൊക്കെ ഒന്ന് പോയി വരിക. അച്ഛനോട് കൂടി അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം, അമ്മയുടെ സ്നേഹം അവർക്ക് കിട്ടുന്നുണ്ട്. കാരണം അമ്മയല്ലേ ഭക്ഷണം കൊടുക്കണതും കുറുപ്പിടിയിക്കണതും പൊട്ടുതൊടിയിക്കണതും തലമുടി ചെയ്യിക്കൊടുക്കണമൊക്കെ അമ്മ ചെയ്യുന്നുണ്ടല്ലോ. ഇതുപോലെ അച്ഛൻ എന്ത് ചെയ്തു കൊടുക്കണോ കുട്ടികൾക്ക്? അച്ഛനൊന്നും ചെയ്തു കൊടുക്കണില്ല, കുറെ കാശ് കൊണ്ട് കൊടുക്കണം. കാശ് മാത്രം പോരാ, കുട്ടികൾക്ക് സ്നേഹം പ്രകടമാവണം. ഇവിടെ കപിലവാസുദേവന്റെ ആ 5 വയസ്സ് വരെ കർദമൻ തപസ് പോലും ഒഴിവാക്കി മകന്റെ കൂടെ നിന്നു എന്നാണ് പറയണത്. 5 വയസ്സ് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഉണ്ണി ഇനി അച്ഛൻ തപസ്സിന് പോട്ടെ എന്ന് പറഞ്ഞപ്പോ, അച്ഛാ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കേണ്ടത് അച്ഛന്റെ കടമയാണ്. ബ്രഹ്മാവിന്റെ പുത്രന്മാര് വന്നു അത്രേ. മരീചി എന്ന ആ മഹർഷിക്ക് കല എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്തു. അനസൂയ എന്ന പെൺകുട്ടിയെ അത്രി മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു.
ഹവിർഭുവി എന്ന പെൺകുട്ടിയെ, അതുപോലെ ക്രിയ എന്ന പെൺകുട്ടിയെ ഋതുമഹർഷിക്ക്, ഭൃഗുമഹർഷിക്ക്, അതുപോലെ അരുന്ധതി എന്ന പെൺകുട്ടിയെ വസിഷ്ഠ മഹർഷിക്ക്, പുരഹ മഹർഷിക്ക്, പുലസ്ത്യ മഹർഷിക്ക് ഒക്കെ വിവാഹം ചെയ്തു കൊടുത്തു. ശാന്തി എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ ശാന്തിയെ അഥർവാവ് എന്നു പേരുള്ള ഒരു മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഇങ്ങനെ 9 പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുത്തു. പെൺകുട്ടികൾ അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ പോയി. കപിലവാസുദേവൻ മാത്രമേ ഇപ്പോ ആശ്രമത്തിലുള്ളൂ. അമ്മയും അച്ഛൻ കർദമൻ തപസ്സനായിട്ട് പോയി. ഇപ്പൊ ആശ്രമത്തില് അമ്മയും മകനും മാത്രം. ഈ സമയത്താണ് ദേവഹൂതിക്ക് തോന്നിയത്, ഞാൻ ഇത്രയും കാലം അനുഭവിച്ച സുഖമൊന്നും എന്റെ കൂടെ ഇല്ല. ഇപ്പോ നിർവിണ്ണാം നിതരാം ഭൂമൻ അസത് ഇന്ദ്രിയ ദർശനാൽ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഞാൻ അനുഭവിച്ച സുഖം. കൊട്ടാരത്തിലാണ് ജീവിച്ചത്. കൊട്ടാരത്തിൽ എല്ലാ സുഖവും ഉണ്ടായിരുന്നു. കേമനായിട്ടുള്ള ഒരു ഭർത്താവിനെ കിട്ടി. വിമാനത്തിൽ കയറി 100 വർഷം മധുവിധം ആഘോഷിച്ച് യാത്ര ചെയ്തു. സുഖമായിട്ട് ദേവോദ്യാനങ്ങളൊക്കെ യാത്ര ചെയ്തു. 9 പെൺകുട്ടികളുണ്ടായി, ഒരു ആൺകുട്ടി ഉണ്ടായി. പെൺകുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞു പോയി. ഭർത്താവ് തപസ്സിന് പോയി. വിമാനവുമില്ല, രാജകൊട്ടാരവുമില്ല. ഇപ്പൊ ആര് മാത്രമേ ഉള്ളൂ? 5 വയസ്സുള്ള ഉണ്ണി മാത്രമേ തന്റെ കൂടെ ഉള്ളൂ. ആ ഉണ്ണിയുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, ഉണ്ണി, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന സുഖം കണ്ടുകൊണ്ട് കണ്ട കാഴ്ചകളൊന്നും ഇന്നെന്റെ മുമ്പിലില്ല. അപ്പോ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിച്ച സുഖങ്ങളെല്ലാം താൽക്കാലികമാണ് എന്ന് എനിക്ക് മനസ്സിലായി. നിത്യമായിട്ടുള്ള സുഖം എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചു. നിത്യമായിട്ടുള്ള സുഖം എന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു കൊടുത്തു, അമ്മേ, യോഗ ആധ്യാത്മിക പുംസ മതോ നിശ്രേയസായമേ അത്യന്തോ വർദ്ധയത്ര ദുഃഖസ്യ സുഖസ്യ. അമ്മേ, സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കാണാനുള്ള മനസ്സാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ജീവിതത്തിൽ രാത്രി ഉണ്ടാവും, പകലുണ്ടാവും, കയറ്റം ഉണ്ടാവും, ഇറക്കം ഉണ്ടാവും, സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. പക്ഷേ എല്ലാത്തിനെയും ഒരുപോലെ കാണാനുള്ള മനസ്സ് വേണം. ഒരു പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയാൽ, ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കുറച്ച് കുറഞ്ഞാൽ രണ്ടും ഒരുപോലെ കാണാൻ സാധിക്കണം. കാരണം അവനവന്റെ ആ പഠനത്തിലുണ്ടായ ചെറിയൊരു കുറവാണ് ഈ മാർക്ക് കുറയാൻ കാരണം. വേറെ ആരും ഉത്തരവാദിയല്ല, ഞാൻ തന്നെ അതിന് ഉത്തരവാദി. മാർക്ക് കുറയാൻ കാരണം ഞാൻ വേണ്ട പോലെ പഠിച്ചിട്ടില്ല. നല്ല മാർക്ക് കിട്ടിയാലോ അത് ഞാൻ നല്ലവണ്ണം പഠിച്ചു. വേറെ ആരും ഉത്തരവാദിയല്ല, അവനവൻ തന്നെയാണ് അതിന് ഉത്തരവാദി എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ നമുക്കവിടെ സങ്കടം ഉണ്ടാവില്ല. കാരണം അവനവന്റെ പ്രവൃത്തി, അവനവന്റെ പല്ല് കൊണ്ട് അവനവന്റെ നാവിനെ കടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പോയി ചീത്ത പറയാൻ പറ്റുമോ? എന്റെ പല്ലുകൊണ്ടാണ് എന്റെ നാവിനെ തന്നെ ഞാൻ കടിച്ചത്. ആരെയും പോയിട്ട് ചീത്ത പറയുക? ഒരാളെയും പറയാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കിയാൽ മതി. എനിക്കുണ്ടാവുന്ന തനിക്കു താനേ പണിവതു നാഗം നരകവും അതുപോലെ എനിക്ക് വരുന്ന സുഖത്തിനും ദുഃഖത്തിനും കാരണം ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഞാൻ അങ്ങ് നേരെ ചെയ്യാൻ മതി. എന്റെ പ്രവൃത്തി നേരെ ചെയ്യാൻ മതി. ഞാൻ നല്ലവണ്ണം പഠിച്ചാൽ മതി. ഇതിന് മനസ്സിനെയാണ് അമ്മയെ പാകപ്പെടുത്തേണ്ടത്. അല്ലാണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾക്ക് സുഖവും ദുഃഖവും വ്യത്യാസമാക്കി തരണില്ല. നമ്മുടെ ചിന്തകളാണ് നമ്മൾക്ക് സുഖവും ദുഃഖവും ഒക്കെ തരുന്നത്. ആ ചിന്തകളെ നന്നാക്കിയാൽ മതി. അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കപില ഉപദേശം തുടങ്ങുകയാണ്. അമ്മേ, ഈശ്വരൻ എന്ന ഒരു ചിന്ത എപ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കുക. ഈശ്വരൻ അല്ലാണ്ട് വേറെ ഒന്നും രക്ഷയ്ക്കില്ല എന്ന്. ഈ ഈശ്വരനെ എങ്ങനെയാ മനസ്സിലാക്കുക? ഈശ്വരനെ മനസ്സിലാക്കാനുള്ള പല പല മാർഗങ്ങളുണ്ടമ്മേ. അതിൽ ഒന്നാണ് മനസ്സിനെ ശുദ്ധീകരിക്കുക. ഭഗവത് കഥകൾ കേൾക്കട്ടെ. ഭക്തി യോഗം എന്ന ഒരു മാർഗം. എങ്ങനെയായിരുന്നു ഭക്തി യോഗത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക? പെട്ടെന്ന് സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കാണാൻ പറ്റുമോ? അതിന് മനസ്സിനെ അഹം മമ അഭിമാനോക്തൈർ കാമലോഭാദിവിർ മലൈ, മനസ്സില് ഞാനെന്നും എന്റേതെന്നും എന്നുള്ള ചിന്ത അത് ഇല്ലാണ്ടാക്കണം. ഞാൻ എന്ന ചിന്ത ഇല്ലാണ്ടാക്കാൻ പറ്റും നമുക്ക്. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരമാണ്,
ഇന്ന പേരുള്ള ആളാണ്, ഇന്ന വിദ്യാഭ്യാസമുള്ള ആളാണ്, ഇന്ന ജോലി ചെയ്യുന്ന ആളാണ്, ഇന്ന അച്ഛൻ്റെ അമ്മയുടെയും മകനാണ്, ഇന്ന വീട്ടിൽ താമസിക്കുന്ന ആളാണ് എന്ന് നമുക്ക് ചിന്ത ചെയ്യാൻ പറ്റുമോ? ആ ചിന്ത വേണം. അപ്പൊ ഞാനെന്ന ചിന്ത എന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് മാത്രം ശരി എന്ന ചിന്ത പാടില്ല. മറ്റുള്ളവർ പറഞ്ഞതും കൂടി കേൾക്കാൻ സാധിക്കണം. ഒരാൾ പറഞ്ഞു ഞാൻ പറഞ്ഞതാണ്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ മറ്റേയാൾ പറഞ്ഞു കേൾക്കാം, അനുസരിക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞു. കേൾക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, ചെവിയിലൂടെ കേൾക്കണോണ്ട് എന്താ കുഴപ്പം? അനുസരിക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. നമ്മൾ പറയുന്നത് വേറൊരാൾ അനുസരിക്കണമെന്നുണ്ടെങ്കിൽ വേറൊരാള് പറഞ്ഞത് നമ്മളും അനുസരിക്കണേ, അത് പറ്റില്ല. അയാൾ പറഞ്ഞത് ഞാൻ അനുസരിക്കൊന്നുമില്ല, ഞാൻ പറഞ്ഞ അങ്ങനെ അനുസരിച്ചാൽ മതി. ഇതാണ് ഞാൻ എന്ന ഭാവം. ഇതുണ്ടാവരുത്. നമ്മളെ പോലെ തന്നെയാണ് മറ്റുള്ളവർക്കും അറിവുണ്ട്, അവർക്കും വ്യക്തിത്വമുണ്ട്, അവർക്കും അഭിപ്രായങ്ങളുണ്ട്. അവരുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കണം. അപ്പൊ നമ്മള് ഒരാള് വരുമ്പോ നമ്മളെ കാണുമ്പോ നമസ്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം? നമ്മൾ അങ്ങോട്ട് തിരിച്ച് നമസ്തേ എന്ന് പറഞ്ഞു അയാൾ ഇങ്ങോട്ട് കാണിച്ചതിനേക്കാൾ വിനയം അങ്ങോട്ട് കാണിക്കണം. നിങ്ങൾ അയാൾ തല ഉയർത്തിയും കൊണ്ട് നമസ്തേ പറഞ്ഞു വെച്ചാൽ നമ്മൾ തല കുനിച്ചുകൊണ്ട് നമസ്തേ എന്ന് പറയണം. കൂടുതൽ വിനയം അങ്ങോട്ട് കാണിക്കണം. ഇനി വരും ഒരാൾ നമസ്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ കണ്ടപ്പോ നമസ്കാരം എന്ന് പറഞ്ഞു. കാരണം അയാൾ താഴെ ഞാൻ മുകളിലുമാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് നമസ്കാരം വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചിന്തയാണ് അഹം മമ എന്റെ എന്നുള്ള അല്ലേ. ഞാനിരിക്കുന്ന ഈ ഒരു പദവി ഉണ്ടല്ലോ, എല്ലാവരും നമസ്കരിക്കേണ്ടതാണ്. ബാക്കിയുള്ളവരൊക്കെ എന്നേക്കാൾ താഴെയാണ്, അവരൊക്കെ എന്നെ ബഹുമാനിച്ചോളണം എന്ന് കാണാം. ഇനി അടുത്ത പ്രഭാഷണത്തിൽ ദക്ഷന്റെ കഥയിൽ ഈ ഭാവം, ഇങ്ങനെയുള്ള ഭാവം ഉണ്ടാവരുത്. ഈ ഭാവം മാലിന്യമാണ്, അതിനെ പൂർണ്ണമായി ഇല്ലാണ്ടാക്കണം. എങ്ങനെ അതിനെ കഴുകിക്കളയുക? പല ഡ്രസ്സിലുള്ള അഴുക്കൊക്കെയാണെന്ന് വെച്ചാല് വാഷിംഗ് മെഷീനിലിട്ട് അല്ലെങ്കിൽ നല്ല കല്ലില് നല്ലോണം തല്ലി അലക്കിയെടുത്താൽ ചിലപ്പോൾ നേരെയായി എന്ന് വരും. ഈ മനസ്സിലുള്ള അഴുക്ക് എങ്ങനെയാ കളയുക? അവിടേക്ക് നല്ല ചിന്തകളെ കൊണ്ടുവരിക. ഒരു മുറിയില് ഇരുട്ട് മാറ്റാൻ എന്താ വേണ്ടത്? അവിടെ കയറിയ ഇരുട്ടിനോട് കടക്ക് പുറത്ത് എന്ന് പലതവണ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അവിടെ വെളിച്ചം കൊണ്ടുവന്നാൽ ഇരുട്ട് പൊക്കോളും. ഇതുപോലെ മനസ്സിലേക്ക് നല്ല ചിന്തകളെ കൊണ്ടുവന്നാൽ ആ ചീത്ത ചിന്തകളൊക്കെ പൊക്കോളും എന്ന് പറയുക. നല്ല ചിന്തകളെ കൊണ്ടുവരാൻ എന്താ വേണ്ടത്? അമ്മേ എന്റെ കഥകൾ കേട്ടോളൂ, എന്റെ കഥകൾ കേട്ടോളൂ. മതാശ്രയ കഥ, എന്നെ ആശ്രയിച്ചവരുടെ കഥ കേട്ടോളൂ എന്ന് പറയുക. എന്നെ ആശ്രയിച്ച ആളുകള് എന്റെ ഭക്തന്മാര്. എന്റെ കഥകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? എന്റെ കഥ ഭവന്തിഹൃ കർണരസായന കഥ, കേൾക്കുമ്പോ നല്ല രസമുള്ളതാണ് എന്റെ കഥകള്. ഭാഗവത്തിലെ കഥകള് ദക്ഷയാഗം മുതൽ ആരംഭിക്കുന്നേയുള്ളൂ കഥകള്. അപ്പൊ ഇതുവരെയൊക്കെ കാര്യങ്ങളാണ്, തത്വങ്ങളാണ്. ഇനി ദക്ഷയാഗം മുതലാണ് ഭാഗവത്തിലെ കഥകൾ തന്നെ ആരംഭിക്കുന്നത്. ഇന്നലെ ഹിരണ്യാക്ഷവധം എന്നൊരു കഥ ഉണ്ടായി. പിന്നെ ഈ ദക്ഷയാഗം മുതലാണ് കഥകൾ. കപിലോപദേശത്തിലും അതുവരെയൊക്കെ കാര്യങ്ങളെയാണ് പറയണത്. എന്റെ കഥകൾ കേട്ടോളൂ, അത് രസമാണ് കേൾക്കാനായിട്ട്. ചെവിക്കും മനസ്സിനും സന്തോഷം നൽകുന്ന കഥകളാണ്. ഈ കഥകൾ കേൾക്കുക വഴി എന്നെ കുറിച്ച് കൂടുതൽ അറിയണമെന്നും എന്നെ കൂടെ കൊണ്ടു നടക്കണമെന്നും ചിന്ത ഉള്ളിലുണ്ടാവും. അപ്പൊ മനസ്സിലാവും എവിടെയൊക്കെയാണ് ഈശ്വരന്റെ സാന്നിധ്യമുള്ളത്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലാണ് ഈശ്വരന്റെ സാന്നിധ്യം നമുക്ക് ആദ്യം അനുഭവമാവേണ്ടത്. ആ ഈശ്വര സാന്നിധ്യം അനുഭവമാവുന്ന സമയമാണ് നമ്മൾക്ക് ജീവൻ കിട്ടുന്നത്. അകത്തിരിക്കുന്ന ജീവൻ ഈശ്വരനാണ് അമ്മ എന്ന് പറഞ്ഞു. ജീവനുള്ളതുകൊണ്ടല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആ ജീവൻ ഈശ്വരനാണ്. ആ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അകത്തിരിക്കുന്ന ജീവനെ മനസ്സിലാക്കാൻ വേണ്ടി സാഖ്യതത്വത്തെ പറഞ്ഞു തന്നു. നമ്മുടെ അകത്ത് ജീവൻ ഉണ്ടെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റും, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റും, നാവ് കൊണ്ട് രുചിക്കാൻ പറ്റും, മൂക്ക് കൊണ്ട് വാസനിക്കാൻ പറ്റും, ത്വക്ക് കൊണ്ട് തൊട്ടറിയാൻ സാധിക്കും, കൈകളെ കൊണ്ട് കർമ്മം ചെയ്യാൻ സാധിക്കും, കാലുകളെ കൊണ്ട് കർമ്മം ചെയ്യാൻ സാധിക്കണോ, സംസാരിക്കാൻ സാധിക്കണോ, അതുപോലെ മറ്റ് വിസർജനാദി കാര്യങ്ങള്, ഭക്ഷണം കഴിക്കല്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കണത് എന്തുകൊണ്ടാ? ഇതിന്റെ ഉള്ളിൽ ജീവനുള്ളത് കൊണ്ടാണ്. ജീവൻ ഇല്ലാച്ചാ പിന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ? കണ്ണ് തുറന്ന് കാണാൻ പറ്റുമോ? ചില ആൾക്കാർ കാണാൻ മരിച്ചു കിടക്കുമ്പോ കണ്ണ് തുറന്നുകൊണ്ടാവും മരിക്കണത് എന്ന് വിചാരിച്ചാൽ അവർ പോലും കാണുന്നുണ്ടോ? അവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അവരുടെ അടുത്ത് മുല്ലപ്പൂ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ വാസന അറിയാൻ പറ്റുമോ? അവിടെ പറഞ്ഞ വർത്തമാനങ്ങൾ വല്ലതും കേൾക്കുവോ? ഒന്നും കേൾക്കില്ല. ഈ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അകത്ത് ജീവൻ വേണം. ഈ ജീവൻ ഞാനാണ് എന്ന് മനസ്സിലാക്കിക്കോളൂ. ഇതാണ് സാഖ്യയോഗം.
ശബ്ദം വരുന്നത് ആകാശത്തിൽ നിന്നാണ്, സ്പർശം വരുന്നത് വായുവിൽ നിന്നാണ്, രൂപം വരുന്നത് കണ്ണിൽ നിന്നാണ്. രൂപം വരുന്നത് എന്നല്ല, രൂപം അറിയണത്. കണ്ണുള്ളതുകൊണ്ടല്ലേ നമുക്ക് രൂപം അറിയാൻ സാധിക്കണത്. ഇത് ദീപസ്തംഭമാണെന്നും അപ്പുറത്ത് നിലവിളക്കാണെന്നും ഇത് മൈക്കയുടെ ബോക്സ് ആണെന്നും അറിയാൻ സാധിക്കുന്നത് കണ്ണുള്ളതുകൊണ്ടല്ലേ. അപ്പൊ രൂപത്തെ കാണാനായിട്ട് നമുക്ക് തന്നെ അവയവമാണ് കണ്ണ്. ശബ്ദത്തെ കേൾക്കണം എന്നുണ്ടെങ്കിലുള്ള അവയവമാണ് ചെവി. അതുപോലെ ഗന്ധം അറിയാനാണ് മൂക്ക്, രസം അറിയാനാണ് നാവ്. 6 രസങ്ങൾ, കയ്പ്, ചവർപ്പ്, എരിവ്, ഉപ്പ്, മധുരം, പുളി തുടങ്ങിയ 6 രസങ്ങൾ അറിയാനാണ് നാവ്. ഇത് കണ്ടാ മനസ്സിലാവുമോ? ചായയിൽ മധുരട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചായ കണ്ടാ മനസ്സിലാവുമോ? അത് വാസനിച്ച് നോക്കിയാൽ മനസ്സിലാവുമോ? അത് നാവിൽ വെച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ അതിൽ മധുരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ടാണ് രുചി അറിയാനായിട്ട് സാമ്പാറിന് ഇത് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നാക്കിൽ വെച്ച് നോക്കിയാലേ അറിയുള്ളൂ. രസം അറിയാനാണ് രസന എന്ന് നാവിനൊരു പേരുണ്ട്. രസത്തെ അറിയുന്നത് രസന. ഈ എരിവും ഉപ്പും പുളിയും മധുരവും തണുപ്പ് ഈ തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റുന്നതാണ് ചൂട്, തണുപ്പ്, മൃദു, കഠിനം ഒക്കെ. ഉണ്ണിയപ്പം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആണോ, വളരെ കുറച്ച് കട്ടി കൂടിയതാണോ, കടിച്ചാൽ കൂട്ടുന്നതാണോ എന്ന് കൈകൊണ്ട് തൊട്ടാൽ അറിയാൻ പറ്റും അല്ലേ. ഇവിടെ കിട്ടിയ ഉണ്ണിയപ്പവും നമുക്ക് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന ഉണ്ണിയപ്പവും രണ്ടും നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ വ്യത്യാസം അറിയില്ലേ. ശബരിമലയത്തെ ഉണ്ണിയപ്പാണെങ്കിൽ മുത്തശ്ശന്മാർ പറയും വേണ്ട കുട്ടിയോളൂ, നിങ്ങൾ ആരെയും കഴിച്ചോളൂ, പല്ലിന് ഉറപ്പുള്ളവരാ അല്ലേ. എന്നാൽ ഇവിടെ കിട്ടുന്ന ഉണ്ണിയപ്പാണെങ്കിൽ അത് കഴിച്ചു, ഇവിടെ നമുക്ക് കുഴപ്പമില്ല. നെയ്യാറ്റിൻകര കണ്ണൻ്റെ ആ ഒരു ഉണ്ണിയപ്പാണെങ്കിൽ അത് ഞാനും കഴിച്ചോളാം, വളരെ സോഫ്റ്റ് ആണ്. അത് തൊട്ട് നോക്കിയാൽ അറിയാൻ സാധിക്കുക. അതുപോലെ ചൂട്, തണുപ്പ് തൊട്ട് നോക്കിയാലേ അറിയാൻ സാധിക്കുക. അപ്പൊ പുക പോണ കണ്ടു എന്ന് വിചാരിച്ചിട്ട് അത് ചൂടാന്ന് പറയാൻ പറ്റില്ല. നല്ല മഞ്ഞത്തും പുകയുണ്ടാകും. ഐസ് കട്ടയുടെ മുകളിൽ നിന്ന് പുക പോണത് കണ്ടിട്ടില്ലേ? അത് ചൂടല്ല, അത് തണുപ്പാണ്. അപ്പൊ ചൂടും തണുപ്പും തൊട്ടറിയാൻ സാധിക്കും. ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? ഇതിനുള്ളിൽ ജീവൻ വേണം. ജീവൻ ഇല്ലാച്ചാൽ പിന്നെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഈ ജീവൻ ഞാനാണെന്ന് മനസ്സിലാക്കിക്കോളൂ എന്നാണ് സാഖ്യയോഗത്തിലൂടെ പറഞ്ഞു തരണത്. പിന്നെ പുരുഷ പ്രകൃതി വിവേകത്തിലൂടെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തതാണ്, ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമുള്ളതാണ്. നമ്മുടെ ശരീരം മാറിയിട്ടില്ലേ? ജനിച്ചപ്പോഴുള്ള ശരീരമാണോ ഇപ്പോ? വല്ല ബന്ധമുണ്ടോ? കുട്ടിക്കാലത്ത് ഇപ്പോഴത്തെ ഫോട്ടോ നോക്കി കഴിഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ? എന്തിനാ കഴിഞ്ഞ കൊല്ലം കണ്ടതിനേക്കാളും മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? പലർക്കും കണ്ടു കഴിഞ്ഞാൽ ചെറിയ ചോദിക്കും, നല്ലോണം വെളുത്തിട്ടുണ്ടല്ലോ, വല്ലാണ്ട് ക്ഷണിച്ചു പോയില്ലോ, തടിയൊന്നും കൂടിയോ? ആർക്കാ തടി കൂടിയത്? ശരീരത്തിനാണ്. മനസ്സിന് തടി കൂടിയിട്ടുണ്ടോ? മനസ്സാരെങ്കിലും കാണാൻ പറ്റുമോ? ബുദ്ധിക്ക് തടി കൂടിയിട്ടുണ്ടോ? അത് പരീക്ഷയ്ക്ക് മാർക്ക് കൂടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധി ഓർമ്മയൊക്കെ കൂടിയെന്നാൽ മാർക്ക് നോക്കി അറിയാൻ പറ്റും. ശരീരം കണ്ടാൽ അറിയാൻ പറ്റുമോ? അയാൾക്ക് നല്ലോണം പഠിക്കുന്ന ആളാണോ തീരെ പഠിക്കാത്ത കുട്ടിയാണോ എന്ന് ആളെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുമോ? അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ മാറ്റം എവിടെയുള്ളത്? ശരീരത്തിന് മാത്രമേ ഉള്ളൂ. പഠിക്കുന്ന കുട്ടി നല്ലോണം മെലിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിക്ക് മാർക്ക് കുറയുക. നല്ലോണം തടിച്ചു കിട്ടോ ആ കുട്ടി, അതോടൊപ്പം മാർക്ക് കൂടുതലുണ്ട് പറയാൻ പറ്റുമോ? ശരീരത്തിന്റെ തടി ഒരിക്കലും നോക്കിയിട്ടല്ല മാർക്കും ബുദ്ധിയൊക്കെ ഉള്ളത് അല്ലേ. അപ്പോ അകത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. പുറമേ കാണുന്ന ശരീരത്തിനാണ് മാറ്റമുള്ളത്. ശരീരം മാറും, തടിക്കും, മെലിയും, ആരോഗ്യം, രോഗം, ഉന്മേഷം, ക്ഷീണം ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അകത്തുള്ള ജീവന് ഒരു മാറ്റവും ഇല്ല. ജനിച്ചപ്പോഴുള്ള ജീവൻ തന്നെയല്ലേ. ജീവൻ പോയിട്ട് തിരിച്ചു വന്നൊന്നുമല്ല, പോയാൽ പിന്നെ തിരിച്ചു വരില്ല. അപ്പൊ ശരീരത്തിന് മാറ്റമുള്ളൂ, അകത്തിരിക്കുന്ന മാറ്റമില്ലാത്ത ജീവൻ ആരാ? ഞാനാണ്, ഈശ്വരനാണെന്ന് മനസ്സിലായിക്കോളൂ. എന്റെ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്താണ് കൈവയ്ക്കാറ്, ഹൃദയത്തിലാണ് കൈവയ്ക്കാറ്. ആരും എന്റെ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഷോൾഡറിൽ കൈവയ്ക്കാറില്ല. എന്റെ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ദുർലഭം ചിലരാണ് തലയിൽ കൈവയ്ക്കാറ്. എന്റെ ഈശ്വരാന്ന് പറഞ്ഞ് ചിലപ്പോൾ തലയിൽ കൈവയ്ക്കും. തലയിലല്ല, ഹൃദയത്തിലാണ് ഈശ്വരൻ ഉള്ളത്. ഡോക്ടറെ ആൾക്ക് ബോധമില്ല എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ആ യന്ത്രം കൊണ്ട് തലയിലാണ് വെച്ച് നോക്കാറ്. എവിടെ വെച്ച് നോക്കുക? നെഞ്ചത്താണ് വെച്ച് നോക്കുക. ഹൃദയത്തില് കൊണ്ടുപോയിട്ടോ എന്തേ ആള് പോയിട്ടുണ്ട്. ഹൃദയത്തിൽ നിന്നും ഈശ്വര ചൈതന്യം പോയിട്ടുണ്ട്. അതുകൊണ്ട് ഹൃദയം ഇപ്പൊ അവിടെ ഇല്ല. അവിടെ ഇരുന്ന് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക അല്ലേ. ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയും. മുട്ടല് കേൾക്കണം ഡോക്ടർമാർക്ക്. അത് വെച്ച് കേട്ടില്ല വെച്ചാൽ പറയും അതേ കുറെ നേരം കോണിപ്പല്ലടിച്ചിട്ട് ആള് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ആരും ഇല്ല കേട്ടോ, പോവാന്ന് പറഞ്ഞ് നമ്മൾ പോവില്ലേ. ഇതുപോലെ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് ഇപ്പൊ എത്ര വയസ്സായി? 60 വയസ്സായിട്ട് 60 കൊല്ലമായിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ഭഗവാനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളറിയില്ല ഇവിടെ ഉണ്ട് എന്നുള്ളത്. കസ്തൂരിമാന്
തന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന കസ്തൂരിയുടെ വാസന അറിയാണ്ട് ഉള്ള പുല്ല് മുഴുവൻ വാസനിച്ച് കിടക്കുക. അത് എവിടെ വാസനിക്കുന്നത്, എവിടുന്നാ വരുന്നതെന്ന്. തന്റെ ആ കസ്തൂരിമാന്റെ നാഭിയിൽ നിന്ന് തന്നെയാണ് വരുന്നത് ഗന്ധൈ. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള ദിക്കിലൊക്കെ പോയിട്ട് കാണുന്നത്. ശ്രീപത്മനാഭനെ കാണുമ്പോഴും എന്റെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനാണ് അവിടെ കിടക്കുന്നത്. നെയ്യാറ്റിൻകര കണ്ണനെ കാണുമ്പോഴും എന്റെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനാണ് അത് ശ്രീകോവിലിരിക്കുന്നത്. എന്റെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെയാണ് ഇവിടെ പൂജിക്കുന്നത്. എന്റെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനാണ് രാവിലെ 51 കുടം പാല് കൊണ്ട് അഭിഷേകം ചെയ്യണത്. ആ അഭിഷേകം എനിക്ക് വന്ന് കാണണം എന്ന ചിന്തയോടുകൂടി വരണം. എന്റെയാണ് ഈശ്വരൻ എന്ന ചിന്ത വേണം. എന്റെ കുട്ടിയുടെ കല്യാണമാണെങ്കിൽ ഞാൻ മുഹൂർത്തം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുമോ? അയൽപക്കത്തെ ആണെങ്കിൽ പറയും സാരിലെ മുഹൂർത്തം കഴിഞ്ഞിട്ട് എത്തിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഊണാദ്യം വന്ന് കിട്ടിയാൽ മതിയല്ലോ. അത് വേറൊരാളുടെ കുട്ടിയുടെ ആകുമ്പോൾ അത് മതി, എന്റെ കുട്ടിയുടെ ആകുമ്പോൾ അത് മതിയോ? അത് പോരാ. അപ്പൊ എന്റെ എന്നുള്ള ഭാവം എവിടേക്ക് വരണം? ഈശ്വരനിലേക്ക് വരണം. എന്റെ കന്നഡ എന്ന് പറയാറുണ്ട്, എന്റെ പുസ്തകം എന്ന് പറയാറുണ്ട്. ചായ പിടിച്ച് വന്നു കഴിഞ്ഞാൽ പറയേ എന്റെ കസേരയാണ്, മാറിയിരിക്കും ഇവിടുന്ന. ഞാനാ രാവിലെ മുതൽ ഇവിടെ ഇരുന്നത്, ഇത് നിങ്ങളുടെ കസേരയാണോ? ഇദ്ദേഹം വാടകയ്ക്ക് ഇട്ടുപോകുന്ന കസേരയാണത്. എന്റെ എന്ന് പറയാൻ എന്താ അവകാശമുള്ളത്? നേരത്തെ വന്ന് ഒഴിവുണ്ടെങ്കിൽ അവിടെ ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അണ്ടത് സപ്താഹം കഴിഞ്ഞത് വരത്തിൽ ഞാൻ മാത്രമേ ഇരിക്കാവുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പറയാറുണ്ട് ഞാൻ അവിടെ നിങ്ങളൊന്ന് മാറിയിരിക്കുമെന്ന്. ആ എന്റെ ഒഴിവാക്കിയിട്ട് എന്റെ എന്ന് പറയുമ്പോൾ ഈശ്വരനെ പറയുക. എന്നാൽ എന്നും നമുക്ക് ആ ഈശ്വരനെ അറിയാനായിട്ട് സാധിക്കും. ഏറ്റവും കേമായിട്ടുള്ളത് ഭക്തിയോഗമാണ് എന്ന് പറഞ്ഞു. ഭഗവാന്റെ കഥകൾ കേട്ട് ഭഗവാന്റെ ആ അനുഭവം എന്റെ കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈശ്വരാരാധന ചെയ്യുക. അതിന് പ്രത്യേകിച്ച് അറിവിന്റെ ആവശ്യമൊന്നുമില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും ഈശ്വരാരാധന ചെയ്യാം. വീട്ടിലെ പൂജാമുറിയിൽ ഒരു തിരിയിട്ട് വിളക്ക് കത്തിച്ചുകൊണ്ട് ഈശ്വരനെ ആരാധിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ കുറച്ചധികം കാശുണ്ട് എന്നുണ്ടെങ്കിൽ 2 തിരിയിട്ട് കത്തിച്ചോളൂ. 2 തിരിയിട്ട് കത്തിക്കുമ്പോൾ എണ്ണ കൂടുതൽ വേണ്ടേ? ഒരു തിരിയിട്ട് കത്തിക്കുന്ന അത്ര എണ്ണ കൂടുതൽ 2 തിരിയിട്ട് കത്തിക്കുമ്പോൾ. ഇനി എല്ലാ കാശ് കുറച്ച് അധികം ഉണ്ടെങ്കിൽ 5 തിരിയിട്ട് വിളക്ക് കത്തിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അവനവന്റെ കഴിവിനനുസരിച്ച് ചെയ്തോളൂ, ഒന്നും തെറ്റില്ല. അല്ലേ? ഇപ്പൊ വിളക്ക് വെക്കാൻ കാശില്ല എന്നുണ്ടെങ്കിൽ, കാശുണ്ടായിട്ട് വെക്കാണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ വിളക്ക് വെക്കാൻ കാശുണ്ടായില്ല വെച്ചാൽ വിളക്ക് വെക്കാണ്ട് ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് പ്രാർത്ഥിച്ചാലും ഒരു കുഴപ്പമില്ല. അല്ലെ? അപ്പൊ വഴിപാടുമായിട്ട് മാത്രമേ അമ്പലത്തേക്ക് പോകുന്നുണ്ട്. വഴിപാട് കഴിക്കാത്തവരാരും വരണ്ട കേട്ടോ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിയുന്നത് പോലെ വഴിപാട് കഴിക്കുക. അപ്പൊ കാശ് കുറച്ചുകൊണ്ട് വെച്ചാൽ ഒരു എണ്ണ കൊണ്ടുപോയി വെക്കുക. കുറച്ചുകൂടി കാശുണ്ടെങ്കിൽ നെയ്യ് കൊണ്ടുപോയി വെക്കുക. ഈ കുറച്ചുകൂടി കാശുണ്ടെങ്കിൽ നെയ്യിന്റെ കൂടെ ഒരു മാലയും കൂടി കൊണ്ടുവച്ചോളൂ. ഇനി എല്ലാം ഒന്നുമില്ല വെച്ചാൽ വീട്ടിൽ 2 തുളസിപ്പൂ എടുത്തിട്ട് ഒരു ഇലയിൽ കൊണ്ടുപോയി നടക്കൽ വെച്ചോളൂ. ഉള്ളതിനനുസരിച്ച്. പക്ഷെ എന്ത് വേണം? ഭഗവാനെ പോയി കാണലും തൊഴലും പ്രാർത്ഥിക്കലും നമസ്കരിക്കലും പ്രദക്ഷിണം വെക്കലും അത് വേണം. ഈ കൊണ്ടുപോയി വെക്കല് നമ്മുടെ കഴിവിനനുസരിച്ച്. നല്ല കാശ് കയ്യിലുണ്ടെങ്കിൽ ത്രികാല പൂജ തന്നെ കഴിച്ചോളൂ. 3 നേരത്തെ പൂജ ഒരുപാടായിട്ട് കഴിച്ചോളൂ. അയ്യോ അതിനൊന്നും അത്രയ്ക്കുള്ള കാശൊന്നുമില്ല, വേണ്ട, പോയി തൊഴുതു വന്നാലും തൊഴാണ്ടിരിക്കരുത്, പ്രാർത്ഥിക്കാണ്ടിരിക്കരുത്. പൂജാമുറിയിൽ വെച്ചെങ്കിലും പ്രാർത്ഥിക്കണം. നല്ല കാശുള്ള ആൾക്കാർ സ്വർണം കൊണ്ട് തുലാഭാരം നടത്തിക്കോട്ടെ. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ കള്ളിപ്പഴം കൊണ്ടോ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ചെലവ് കുറഞ്ഞ തുലാഭാരമാണ് തീർത്ഥം കൊണ്ട് തുലാഭാരം. 120 രൂപയുള്ളൂ. പക്ഷെ എന്ത് ചെയ്തോളൂ? ചെയ്തിട്ടുണ്ടോ? ഗുരുവായൂർ പോയിട്ട് തീർത്ഥം കൊണ്ട് തുലാഭാരം കൊണ്ടുപോയി ചെയ്തോളൂ. അച്ഛനും അമ്മയ്ക്കും കുട്ടിക്കും ഒക്കെ ചെയ്യാം. അല്ലെ? 120 രൂപയുള്ളൂ. നീ പോകുമ്പോൾ ചെയ്തോളൂ. ഇന്ന് കൊണ്ടാത്തായാലും സപ്താഹം കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇവിടെ ദിവസേന വൈകുന്നേരം ട്രെയിൻ ഉണ്ട്. നിങ്ങൾക്ക് എത്ര സുഖം അറിയോ? ലീവ് പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. വൈകുന്നേരം ഇത് പോയാൽ മതി. വൈകുന്നേരം 5 മണിക്ക് 5:30 എങ്ങനെയാണ് ഗുരുവായൂർക്കുള്ള ഇന്റർസിറ്റി. അവിടെ പോവുക. 12 മണിക്ക് ആകുമ്പോഴേക്കും അവിടെ എത്തും. നേരെ പുറത്ത് പോയിട്ട് കുളിക്കുക, വരിയിൽ നിൽക്കുക, തൊഴുക. തൊഴുത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉച്ചവരെ ലീവ് എടുക്കുക. ട്രെയിൻ തന്നെ തിരിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. രാവിലെ 3:20 ഇതേ വണ്ടിക്ക് പോരാൻ പറ്റില്ല. കാരണം അവിടെ തൊഴുത് പുറത്തിറങ്ങാൻ പറ്റില്ല. ഗുരുവായൂർ പോകാൻ പറ്റി. ഇനി പോകുമ്പോ എന്തായാലും തീർത്ഥം കൊണ്ട് തുലാഭാരം നടത്തുക. ഈ കാശുണ്ടെങ്കിൽ സ്വർണം കൊണ്ട് നടത്തിക്കോളൂ കേട്ടോ. ലോഹമൊന്നുമില്ല. ഇനി കള്ളിപ്പഴം കൊണ്ടോ എന്തുകൊണ്ടോ വേണമെങ്കിൽ തുലാഭാരം നടത്തിക്കോളൂ. ഓരോ വസ്തുക്കളെ കൊണ്ടോട്ട് തുലാഭാരമൊക്കെ നടത്താറുണ്ട്. അപ്പൊ ഏറ്റവും നമുക്ക് സമ്പത്തില്ലാത്തവർക്ക് തുലാഭാരം നടത്താൻ പാകത്തിനാണ് തീർത്ഥം കൊണ്ട് തുലാഭാരം എന്ന് പറയുന്നത്. അവിടെ കിണറ്റിലെ തീർത്ഥം കൊണ്ടാണ്, അമ്പലത്തെ കിണറ്റിലെ തീർത്ഥം കൊണ്ടാണ് തുലാഭാരം നടത്തുക.
പറഞ്ഞു വന്നത് വെച്ചാൽ ഭക്തി മാർഗത്തിൽ ഈശ്വരാരാധന ചെയ്യുമ്പോൾ അവിടെ നിയമങ്ങളൊന്നുമില്ല, ഒരു നിയമവും ഇല്ല, എന്നത് ചെയ്തോളണമെന്നില്ല. അവിടെ നാമം ജപിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, പിന്നെ നമ്മൾക്ക് പറ്റുന്നത് പോലെ എങ്ങനെ വേണമെങ്കിലും ഈശ്വരനെ ആരാധിക്കുക. ഞാൻ രാത്രി കിടക്കുന്നതിന്റെ മുമ്പാണ് കുറച്ചു നേരം നാമം ജപിക്കുന്നത്, ഭാഗവതം വായിക്കുന്നത്, ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. കാരണം ഭക്തിയുടെ മുമ്പിൽ ഒരാളും നിയമം കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഒരു നിയമത്തിനും അവിടെ ബാധകമില്ല. ഗോപികമാരെ രാത്രി കിടക്കയിൽ കിടന്നിട്ടും ഉറങ്ങണത് വരെ ഒരു നാമം ജപിച്ചിരുന്നു എന്നാണ് പറയുക. പൂമെത്തയിൽ കിടന്നിട്ടും പുത്തൻ കുളിർ കാറ്റേറ്റിട്ടും കാമം മൂലം നിദ്ര വരാൻ താമസിക്കുമ്പോൾ യാമിനിയിൽ ദീർഘകാലം ഗോപസ്ത്രീകൾ പാടിയിടുന്നു രാമകൃഷ്ണ ദാമോദര എന്നിപ്രകാരം. കിടക്കയിൽ കിടന്നിട്ട് ഉറങ്ങണത് വരെ അവർ നാമം ജപിച്ചിരുന്നു അത്രേ. നമ്മൾ ആരെങ്കിലും ഒക്കെ കിടന്നിട്ട് നാമം ജപിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറയൂലേ, കിടന്നിട്ട് നാമം ജപിക്കുക, എന്താ കുഴപ്പമാവോ, കിടന്ന് ജപിക്കരുതെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ചോദിക്കുക. കൃത്യമായിട്ട് ചോദിക്കണം, ചോദിക്കാണ്ട് വെറുതെ വിടരുത്. എവിടെ എഴുതി വെച്ചിട്ടുള്ളത്? ആൾക്കാർ പറഞ്ഞു വെച്ചു. ആര് പറഞ്ഞു? ആ പറഞ്ഞ ആളെ കൂട്ടി കൊണ്ടുവരൂ. എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? ഏത് അറിവുള്ള ആൾ? ഏതെങ്കിലും വിവരദോഷികൾ പറഞ്ഞത് കേട്ടിട്ട് ചെയ്യരുത്. അറിവുള്ളവരാര് പറഞ്ഞു? ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ ഇപ്പൊ ആൾക്കാർ കുറെ പുസ്തകം അടിച്ചിറക്കുന്നുണ്ട്. അങ്ങനെ പുസ്തകത്തിൽ എഴുതിയപ്പോൾ ഏതെങ്കിലും മഹർഷിമാര് പറഞ്ഞതായ ഗ്രന്ഥങ്ങളില്, പുരാണങ്ങളില് ഭക്തി മാർഗത്തിൽ നിയമങ്ങളൊന്നുമില്ല. ഈ ഭക്തി ഇല്ലാത്തവരുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോ അവരുടെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു. അവർക്ക് പല പല കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഒരിക്കലും സമാധാനം കിട്ടില്ല അവർക്ക്. അവര് എന്തൊക്കെ ശരിയാക്കാൻ നോക്കിയാലും ഒക്കെ തെറ്റായിട്ട് മാറുകയുള്ളൂ, എല്ലാം പരാജയത്തിലേക്കേ പോവുള്ളൂ. എന്തൊക്കെ അവർ വിജയിപ്പിക്കാൻ നോക്കിയാലും സകലതും പരാജയം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. കാരണം ഈശ്വരചിന്ത ഇല്ലെങ്കിൽ അവർക്ക് വിജയം ഉണ്ടാവില്ല. കാരണം ഈശ്വരനെ ആരാധിച്ച് കിട്ടുന്നതിനെയാണ് ഐശ്വര്യം എന്ന് പറയുക. ഭഗവാനെ ആരാധിക്കുന്നവർക്കുള്ളതാണ് വിജയം എന്നുള്ളത്, അല്ലാത്തവർക്ക് പരാജയമായിട്ട് മാറും. ഗർഭത്തിൽ വീണ്ടും ജനിക്കേണ്ടി വരും. ഗർഭത്തിലുള്ള പല പല അവസ്ഥകളെ കുറിച്ചും വർണ്ണിച്ചു. ഗർഭത്തിൽ കിടക്കുമ്പോ അമ്മയുടെ ശരീരത്തിലുള്ളതായിട്ടുള്ള കൃമികളൊക്കെ കടിച്ചുകൊണ്ട് അവിടെ കിടന്ന് ബോധം കിടണ്ടി വരും. ഗർഭത്തില് വല്ലാണ്ട് വിഷമിക്കുന്നു പറയുക. 10 മാസം കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും പൂർവ്വജന്മത്തിൽ ഈശ്വരാരാധന ചെയ്തിട്ടില്ലെങ്കിൽ ഈ ജന്മത്തിൽ നമുക്ക് സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഈ ജന്മത്തിലെങ്കിലും ഈശ്വരാരാധന ചെയ്ത് ഏതെങ്കിലും മാർഗത്തില്, ഈ ഭഗവാനെ ധ്യാനിക്കാനാണെങ്കിൽ ധ്യാന മാർഗങ്ങളുണ്ട്. എല്ലാവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം. ജീവിതത്തിന് ഒരു ചിട്ട ഉണ്ടാക്കിയെടുക്കണം. എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കണം. കണ്ണടച്ചിട്ട് ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കാനായിട്ട് സാധിക്കണം. ശ്വാസത്തെ നിയന്ത്രിക്കണം. ഇങ്ങനെ ധ്യാനം ചെയ്തുകൊണ്ട് ഭഗവാനെ ആരാധിക്കാം. ഏതെങ്കിലും മാർഗത്തിൽ ഈശ്വരാരാധന നമുക്ക് പറ്റുന്ന മാർഗം തിരഞ്ഞെടുക്കുക. വേറൊരാൾ പറഞ്ഞത് കേട്ടിട്ട് തിരഞ്ഞെടുക്കരുത്. പല മാർഗങ്ങളും പറഞ്ഞു തരും. അതിൽ നമുക്ക് ഏതാണ് പറ്റുക, നമ്മളെ കൊണ്ട് സാധിക്കുന്നത്, എന്നും നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഈശ്വരാരാധനാ മാർഗം തിരഞ്ഞെടുത്ത് അതുവഴി ഈശ്വരാരാധന ചെയ്താൽ അമ്മേ നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും നമുക്കൊരു വിഷമം ബാധിക്കില്ല. ഇപ്പൊ സൂര്യൻ അസ്തമിക്കും, പക്ഷെ നമ്മുടെ കയ്യിൽ ടോർച്ച് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. നമുക്ക് നടന്നു പോണ വഴിക്ക് വെളിച്ചം കിട്ടാൻ ടോർച്ച് ഉണ്ടായാൽ മതി. ഇരുട്ട് നമ്മളെ ബാധിക്കില്ല. മഴ പെയ്തു വിചാരിച്ചു കഴിഞ്ഞാൽ കയ്യിൽ കുടയുള്ളവർക്ക് മഴ പ്രശ്നമല്ല. മഴ പെയ്തു, ഞാൻ കുട എടുത്തിട്ടുണ്ട്, സാരമില്ല എന്ന് പറഞ്ഞു. പ്രശ്നങ്ങളൊക്കെ സാരമില്ലാണ്ടായിട്ട് മാറും ഈശ്വരാരാധന ചെയ്ത് ജീവിച്ചാൽ എന്ന് പറഞ്ഞു. ആ കപിലവാസുദേവൻ അമ്മയെ നമസ്കരിച്ച് തപസ്സിന് പോയി. അമ്മ ദേവഹൂതിയും ഭഗവാന്റെ ആ ഉപദേശം സ്വീകരിച്ച് ഈശ്വരനെ ആരാധിച്ച് സിദ്ധി നേടി എന്ന് പറയുകയാണ്. ഇനി നമുക്ക് 4ാമത്തെ സ്കന്ധത്തില് നരനാരായണാവതാരം, ദക്ഷയാഗം, ധ്രുവചരിത്രം ഒക്കെയാണ് കേൾക്കാനുള്ളത്. ഇപ്പോ 1 മണിക്കൂർ ഇടവേള, 9:00 ശേഷം പാരായണം ആരംഭിക്കും. കുറച്ച് പാരായണം ചെയ്തതിനു ശേഷം 10:00 ശേഷം നമുക്ക് കഥ കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.